അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഈ പ്രഭാതത്തിൽ എത്രയോ പേരാണ് അമ്മേ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊതിച്ച് കാത്തിരിക്കണത്. അവർക്ക് എവിടെ എന്തെല്ലാമോ കാര്യങ്ങളുണ്ട്. ഇന്ന് അവരുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങളുണ്ട്. കർത്താവേ, അങ്ങയുടെ മക്കളുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങൾ, ആ കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഭയവും പേടിയും പ്രയാസവും സങ്കടവും നിരാശയും ഒക്കെ തോന്നുന്ന വിഷയങ്ങൾ, വ്യക്തികൾ, അതെല്ലാം യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കള് ഇനി സമാധാനത്തിൽ വിട്ടേക്കണമെന്ന് പറഞ്ഞില്ലേ യേശു. ഞങ്ങളുടെ ദാസനെ സമാധാനം, എൻ്റെ രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അങ്ങയുടെ ദാസനെ സമാധാനം വിട്ടേക്ക്. സമയം ദീർഘദർശി പറഞ്ഞതുപോലെ അങ്ങയുടെ മക്കൾ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം
സമാധാനം കണ്ടെത്താൻ ഇടയാക്കി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിത ചിന്തകള്, നിങ്ങളിന്ന് പോകാനിരിക്കുന്ന ഇടങ്ങള്, സംസാരിക്കുന്ന വ്യക്തികള്, ഒപ്പിടുന്ന പേപ്പറുകള്, എഴുതുന്ന രേഖകള്, എൻ്റെ മക്കള് ജീവിത ഉപായത്തിന് വേണ്ടിയും മേൽഗതിക്ക് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും ജോലിയുടെ അനുബന്ധ കാര്യങ്ങൾക്ക് വേണ്ടിയും എവിടെയെല്ലാം യാത്ര ചെയ്യുന്നു, ആരെല്ലാം സംസാരിക്കുന്നു, ഫോൺ ചെയ്തിട്ട് എന്തെങ്കിലും ഡേറ്റോ കാര്യമോ തീരുമാനമോ വാക്കോ പ്രവൃത്തിയോ തീരുമാനമോ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു. അതെല്ലാം മക്കൾക്ക് അനുകൂലമാവുകയും അത് ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. എൻ്റെ കർത്താവേ, മനുഷ്യൻ്റെ ഭീഷണി കാരണം മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടവരെ, അവരെ നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവന സമാധാന ആശംസ അറിയിച്ച കർത്താവേ, നിന്റെ നാമത്തിൽ നെഞ്ചിലും നെറ്റിലും മുദ്രവാങ്ങി നിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെയും ആരും ഭിക്ഷപ്പെടുത്താൻ അനുവദിക്കരുത് കർത്താവേ. അവരെല്ലാം ശത്രുക്കളെ കാണുകയെ വിരുന്നൊരുക്കുന്ന ദൈവത്തിൻ്റെ ശക്തിവിശേഷം നിനക്കായി വിരുന്നൊരുക്കട്ടെ. നിന്റെ എല്ലാ ശത്രുക്കളുടെയും മുന്നിലെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയരെ, നമ്മൾ ഇന്ന് കാണുന്ന വചനം 2 ദിനവൃത്താന്തം 20:15. യഹസിയേൽ പറഞ്ഞു, യൂദായിലും ജെറുസലേമിലും വസിക്കുന്നവരും യഹോഷാഫാത്ത് രാജാവും കേൾക്കട്ടെ. കർത്താവ് നിങ്ങളോട് അരുളി ചെയ്യുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളല്ല ദൈവമാണ് പൊരുതുന്നത്. നാളെ അവർക്കെതിരെ പുറപ്പെടുക. അപ്പം എൻ്റെ വിഷയത്തിൽ ഞാൻ ഇന്നലെ പറഞ്ഞു നിർത്തിയില്ലേ, എന്താ കാര്യം? ഈ ടെൻഷൻ അടിക്കുമ്പോൾ നമ്മൾ അതിനെ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് ചില സമയത്ത് ടെൻഷൻ മാറിയ പോലെ തോന്നണമെന്നില്ല. പക്ഷെ ഒരു ഫ്രൂട്ട് ദൈവമായിരിക്കും നിശ്ചയിക്കുന്നത്. കാര്യം ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ജെറീക്കോയിലേക്കുള്ള പ്രവേശനം ഉണ്ടല്ലോ, ജെറീക്കോയിലേക്കുള്ള പ്രവേശനം. അപ്പം അതായത് ഈ ഇസ്രായേൽ മരുഭൂമിയിൽ നിന്ന് ജോർദാൻ കടന്ന് അപ്പുറത്തേക്ക് എത്തണത് ജെറീക്കോയിലേക്കാണ് എത്തണത്. അപ്പോഴെന്താണ്? അവിടെ അന്തിമ യുദ്ധമാണ്. ഇവർ വലിയ ഇസ്രായേലിനേക്കാൾ വലിയ വ്യവസ്ഥാപിതമായ ആയുധ പരിശീലനവും യുദ്ധജീവിതവും ഒക്കെ ഉള്ള ആൾക്കാരാണ്. ഇസ്രായേൽ ഇങ്ങനെ കൈകിട്ടിയ അരിവാളൊക്കെ ഇട്ട് ഇങ്ങനെ സഞ്ചരിക്കണമെന്നല്ലാതെ അവർക്കത് പരിശീലിക്കാൻ, അതുപോലെ തന്നെ വ്യവസ്ഥാപിതമായിട്ടൊരു നിലപാട് നിന്നുകൊണ്ട് ആക്രമിക്കാൻ അങ്ങനെയൊക്കെ ഒന്നും അത്രയുള്ള അവസ്ഥ അല്ല. പക്ഷെ ഇവരെന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ വാഗ്ദാന പേടകവുമായി, അതായത് ദൈവത്തിൻ്റെ സാന്നിധ്യവുമായി ഇതിനെ വലം വെക്കുകയാണ്. വലം വെക്കുമ്പോഴാണ് ഇത് മോസസിൻ്റെ നിന്ന് കിട്ടിയ ഒരു ഉപദേശമാണ് അവർക്ക്. ഇത് പുറപ്പാട് തുടങ്ങണ കാലത്ത് മോസസ് പറയുമായിരുന്നു, നിങ്ങളെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ചെയ്യണമെന്ന് ധരിക്കരുതെന്ന് പറയും. മോസസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പുറപ്പാട് തുടങ്ങിയപ്പോൾ തന്നെ മോസസിനെ അറിയാം നമ്മുടെ കൈപ്പിടി ഒതുങ്ങാത്ത ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകുമെന്ന്. നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാണ്, നമ്മുടെ കൈപ്പിടി ഒതുങ്ങാത്ത കുറേ പ്രശ്നങ്ങൾ വരും. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു നിലപാട് ആദ്യമേ മോസസിനോട് ദൈവം പറയും, മോസസ് അവരോട് പറയണം എല്ലാ വിഷയവും നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുമെന്ന് ഉള്ള ധാരണ തിരുത്തണം. അത് തെറ്റിദ്ധാരണയാണ്. എല്ലാ വിഷയവും നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങത്തില്ല. അപ്പോൾ മോസസ് അവരെ വിളിച്ചിട്ട് പറഞ്ഞ് എല്ലാ വിഷയവും നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുമെന്നും പറഞ്ഞ് നിങ്ങൾ ധരിച്ച് യാത്ര തുടങ്ങരുത്. പല വിഷയങ്ങളും നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങത്തില്ല. പിന്നെ എവിടെ ഒതുങ്ങും? അത് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അതാ വിഷയം. നമ്മൾ ഒറ്റക്കല്ല ഈ യാത്ര. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ മൗനമായിരുന്നാലും മതി. മൗനമായെന്ന് വെച്ചാൽ ദൈവത്തോട് ദൈവിക കാര്യങ്ങൾ ഇടപെട്ട് ദൈവത്തോട് ഐക്യപ്പെട്ടിരുന്നാൽ മതി. അതിൻ്റെ ഒരു വേർഷനാണ് ഈ 2 ദിനവൃത്താന്തം 20:15 പറയണത്. അതൊന്നൊരു വായിച്ചേ.
കർത്താവ് നിങ്ങളോട് അരുളി ചെയ്യുന്നു, കർത്താവ് നിങ്ങളോട് അരുളി ചെയ്യുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളല്ല ദൈവമാണ് പൊരുതുന്നത്, ദൈവമാണ് പൊരുതുന്നത്. നാളെ അവർക്കെതിരെ പുറപ്പെടുക. അതായത് നിങ്ങളല്ല, ദൈവമാണ് പൊരുതുന്നത്. ഇത് ബൈബിൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അനുസ്മരിപ്പിക്കുന്ന ഒരു സാധനമാണ്. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങളല്ല, ദൈവമാണ് പൊരുതുന്നത്. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും കാര്യം നമ്മുടെ കൺട്രോളിൽ നിന്ന് പോയാൽ അപ്പോഴും നിനക്ക് പറയാൻ കഴിയണം, ഞാനല്ല, ദൈവമാണ് എനിക്ക് വേണ്ടി പൊരുതാൻ പോകുന്നത്. ആ ഒരു ബോധ്യത്തോടുകൂടി വേണം നീ യാത്രകളെ ദൈവാധിഷ്ഠിതമായി മുന്നിട്ട്. പിതാവിൻ്റെയും പുത്രൻ്റെയും ആശ. ഞാൻ ഹരിപ്പാടിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2025 ഒക്ടോബർ 7 എൻ്റെ ലൈഫിലെ ഭയങ്കര സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ഞാൻ കൃപാസനത്തിലേക്ക് ആദ്യമായിട്ട് വരുന്നത്. ഞാൻ നേരത്തെ കൃപാസനത്തിനെ പറ്റി കേട്ടിട്ടുണ്ട്, കോളേജിലൊക്കെ പോകുന്നത് ഇതിൻ്റെ വാതിക്കൽ കൂടെയാണ്. പക്ഷെ അപ്പോഴൊന്നും ഞാൻ ഇവിടെ വരണമെന്നോ ഇവിടെ കയറണമെന്നോ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ നഴ്സിംഗ് കഴിഞ്ഞ് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ജർമ്മൻ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആദ്യം കുറച്ച് നാൾ മൈസൂർ പഠിച്ചു. അവിടുത്തെ പ്രിപ്പറേഷൻ ശരിയാവുന്നില്ല എന്ന് തോന്നിയിട്ട് പിന്നെ നാട്ടിൽ വന്ന് ഞാൻ എക്സാം പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് അത് നന്നായിട്ട് പോണില്ല. എനിക്ക് എക്സാമിന് ഡേറ്റ് കിട്ടുന്നില്ല. എല്ലാവരും കോയമ്പത്തൂരും മുംബൈയൊക്കെ എക്സാം ഡേറ്റ് എടുക്കുമ്പം ആ സമയത്ത് അവിടെയായിരുന്നു പാസിംഗ് റേറ്റ് കൂടുതലുണ്ടായിരുന്നത്. എനിക്ക് അവിടെ ഒന്നും പോകാനോ എക്സാം ഡേറ്റ് എടുക്കാനോ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ആകെ ഡൗൺ ആയിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് കൃപാസനത്തിൽ വരുന്നവരുണ്ട്, ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞവരുണ്ട്. അപ്പോൾ അവർ മുഖേനയാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിലേക്ക് വരുന്നത്. ഞാൻ അന്ന് ഇവിടെ വന്ന് മാതാവിനെ കണ്ട് കുറേ കരഞ്ഞിട്ടുണ്ട്. എനിക്ക് എൻ്റെ ലൈഫ് എങ്ങോട്ടാണ് പോണേ, എങ്ങനെ എനിക്ക് എക്സാം പ്രിപ്പയർ ചെയ്യാൻ പറ്റും, എവിടെ എനിക്ക് എക്സാം സെൻറ്റർ കിട്ടും, ഒന്നും എനിക്കറിയില്ല. ആകെ എനിക്ക് ജർമ്മനിയിൽ പോകണം, ജോലി ചെയ്യണം, ആ ഒരു ആഗ്രഹം മാത്രമേ എൻ്റെ മുന്നിലുള്ളൂ. എനിക്ക് അതെങ്ങനെ എത്തും, അതിലേക്ക് എങ്ങനെ എത്തിപ്പെടും ഒന്നും അറിയില്ല. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് പത്രമൊക്കെ ഞാൻ വീട്ടിൽ കൊണ്ടുവച്ചേക്കായിരുന്നു. അങ്ങനെ കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ഒരു ദിവസം ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോണ സമയത്ത് ഞാൻ വെറുതെ അതെൻ്റെ കയ്യിലെടുത്തു. അവിടെ ബസ് സ്റ്റോപ്പിലും പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള എല്ലാവർക്കും അത് കൊടുത്തു. ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലെത്തുന്നതിന് മുന്നേ എനിക്ക് ഫോണിലേക്ക് ഒരു കോൾ വന്നിട്ട് പറഞ്ഞു, കൊച്ചിയിൽ ഒരു എക്സാം സെൻറ്റർ പുതിയതായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. അത് ഓൾറെഡി ആ സമയത്ത് ബാംഗ്ലൂർ പാസിംഗ് റേറ്റ് ഉള്ള എല്ലാവരും എക്സാമിന് ഡേറ്റ് എടുക്കുന്ന ഒരു സെൻറ്റർ ആയിരുന്നു. ഞാൻ പഠിച്ചത് കൊച്ചിയിലാണ്, എനിക്ക് നന്നായിട്ട് അറിയാവുന്ന സ്ഥലമാണ് കൊച്ചി, എനിക്കവിടെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവിടെ തന്നെ മാതാവ് എനിക്ക് ആദ്യമായിട്ടൊരു എക്സാം സെൻറ്റർ തന്നു. അത് ഭയങ്കര അത്ഭുതമായിരുന്നു. എനിക്ക് എങ്ങനെ എക്സാമിന് ഡേറ്റ് എടുക്കേണ്ടതെന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ തന്നെയാണ് എനിക്ക് എക്സാമിന് ഡേറ്റ് എടുത്തത്. ഞാൻ നവംബർ 24 എക്സാം എഴുതി. ഒരു എക്സാം സെൻറ്ററിൽ ജർമ്മൻ പഠിക്കുന്നവർക്കറിയാം, നമ്മൾ ആദ്യമായിട്ട് ഒരു എക്സാം സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പം അവിടെ എക്സാമിന് ഡേറ്റ് ഇടുന്നത് ഭയങ്കര വലിയൊരു കാര്യമാണ്. നമുക്ക് പാസ്സാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ആ ഒരു ഇതിലാണ് ഞാൻ എക്സാമിന് ഡേറ്റ് എടുക്കുന്നത്. പക്ഷെ ഞാൻ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആകെ 24 ദിവസമാണ് എൻ്റെ മുന്നിലുണ്ടായിരുന്നത്. ഒന്നും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല. സ്പീക്കിംഗ് ആകട്ടെ റൈറ്റിംഗ് ആകട്ടെ ഒന്നും എനിക്കറിയില്ല, എങ്ങനെ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. എന്തായാലും മാതാവ് തന്നതാണ് ആ ഡേറ്റ് എന്ന് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പിന്നീട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ എക്സാമിന് ഡേറ്റ് എടുത്തു പോയി. ഞാൻ ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു ബൈബിൾ വചനമാണ് ദൈവത്തിനൊന്നും അസാധ്യമല്ല, ലൂക്ക 1:37. ഞാൻ എക്സാമിന് പോണേന് രാവിലെ ഞാൻ ഡെയിലി ബ്രെഡ് കൂടിയ സമയത്ത് അച്ഛൻ അന്ന് ഈ വചനം ഡെയിലി ബ്രെഡിൽ പറയുന്നുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ എനിക്ക് ഏകദേശം ഒന്ന് ഉറപ്പായിരുന്നു മാതാവ് ഉണ്ട്, എൻ്റെ കൂടെ ഉണ്ട്, എക്സാമിന് എൻ്റെ കൂടെ വന്നിന്ന് എന്നെ സഹായിക്കുമെന്ന്. ഞാൻ സാധാരണ പഠിക്കുന്ന സമയത്ത് എനിക്ക് സൗണ്ട് പോകാറുണ്ട്. സൗണ്ട് എടുത്ത് പഠിക്കുന്നതുകൊണ്ട് എനിക്ക് സൗണ്ട് ഉണ്ടാവാറില്ല നോർമൽ എക്സാംസിനൊന്നും. അപ്പോൾ എനിക്ക് നല്ല പേടിയായിരുന്നു. ഒരു 2 hours ഞാൻ ലേസൺ കഴിഞ്ഞിട്ട് സ്പീക്കിങ്ങിന് കയറുമ്പം എനിക്ക് സൗണ്ട് ഉണ്ടാകും എന്ന് എനിക്ക് ഒരു ഉറപ്പില്ലായിരുന്നു. ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചു, ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി, കുരിശു വരച്ചു, എൻ്റെ കയ്യിൽ ഉടമ്പടി ഉപ്പെടുത്തിട്ടാണ് ഞാൻ സ്പീക്കിങ്ങിന് കയറുന്നത്. നന്നായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല. എനിക്ക് എന്തൊക്കെയോ അറിയാമെന്നുള്ളതേ ഉള്ളൂ, അല്ലാണ്ട് അത് നല്ല രീതിക്ക് എക്സാം അറ്റൻഡ് ചെയ്യാമെന്നുള്ള കോൺഫിഡൻസ് ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതേവരെ ഇങ്ങനെ കൂളായിട്ട് എനിക്കറിയാത്ത ആളുകളോട് സംസാരിച്ചിട്ടില്ല. അവർ പറയണമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. എൻ്റെ എക്സാമിന് എൻ്റെ പാർട്ട്ണർ ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. ആ കുട്ടിക്ക് സ്പീക്കിംഗ് വേണമെന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഡിസ്കഷനും പ്രോബ്ലം ലോസിങ്ങും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നോട് സംസാരിച്ച് മുഴുവൻ എൻ്റെ എക്സാമിനറാണ്. എനിക്ക് കിട്ടില്ല എന്ന് ഉറപ്പിച്ച് ഇറങ്ങിയ എക്സാമാണ്.
പക്ഷെ ഞാൻ വിശ്വാസത്തിലേക്ക് വന്നിട്ട് ആദ്യമായിട്ട് ആഘോഷിക്കാൻ പോണ ക്രിസ്മസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റണം എന്ന്. ഡിസംബർ 20 എനിക്ക് ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് എൻ്റെ റിസൾട്ട് വന്നു. ഞാൻ ഫുൾ മൊഡ്യൂൾ എനിക്ക് പാസ്സാകാൻ പറ്റി. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് എനിക്ക് മാതാവും ഈശോയും കൂടെ ക്രിസ്മസ് സമ്മാനമായിട്ട് തന്നെയാണെന്നാണ്. അത് കഴിഞ്ഞിട്ട് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ഏതാണ് നല്ല ഏജൻസി, എവിടെ കൊടുത്താൽ ചെയ്യാൻ പറ്റും ഒന്നും അറിയില്ല. എങ്ങനെ പ്രോസസ്സിങ് ചെയ്യണം ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞാൻ എവിടെ നിന്നാണോ ജർമ്മൻ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തത് അവിടേക്ക് തന്നെയാണ് തിരിച്ച് ഞാൻ എൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടി ചെല്ലുന്നത്. അവിടെ ചെന്ന് ക്രിസ്മസിൻ്റെ ഹോളിഡേയ്സൊക്കെ ആയതുകൊണ്ട് ഡിസംബർ ജാനുവരി മാസങ്ങളിലൊന്നും ഇൻ്റർവ്യൂസ് ഇല്ലായിരുന്നു. ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ആയത് ഫെബ്രുവരിയിലായിരുന്നു. ഫെബ്രുവരിയിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എല്ലാവർക്കും ഒരു ദിവസം അല്ല അന്ന് തന്നെ റിസൾട്ട് വരുന്നിടത്ത് ഞങ്ങൾ 1 മാസം വെയിറ്റ് ചെയ്തു ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട്. റിസൾട്ട് വന്നപ്പം അവർ പറഞ്ഞു മാനേജ്മെൻറ്റ് ചേഞ്ചായി, ഞങ്ങളിപ്പോൾ ആരെയും എടുക്കുന്നില്ല എന്ന്. അങ്ങനെ അത് കിട്ടിയില്ല. ആ സമയത്ത് എൻ്റെ കൂടെ അവിടെ വന്ന ഫ്രണ്ട്സൊക്കെ പ്രോസസ്സിങ് ഏകദേശം ശരിയായി, അവർ പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പായി. അപ്പോഴും എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. ഞാൻ 2ാമത് ഉടമ്പടി പുതുക്കാൻ അത് കഴിഞ്ഞ് ഇവിടെ വന്നു. അന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ ഈ ഉടമ്പടിയിൽ വെക്കുന്ന നിയോഗം സാധിച്ചു തരുമെങ്കിൽ ഇവിടെ പ്രാർത്ഥനയിൽ എനിക്ക് എന്തെങ്കിലും ഒരു വസ്തു പിടിക്കാൻ തരണം എന്ന്. അന്ന് എനിക്ക് മെഴുകുതിരി കിട്ടി. അപ്പോൾ ഞാൻ വിശ്വസിച്ചു എനിക്ക് ഈ വട്ടം പോകുന്ന സമയത്ത് എല്ലാം ശരിയാവുമെന്ന്. ഞാൻ പിന്നീട് തിരിച്ച് മൈസൂർക്ക് പോകുമ്പം ഒരു വചനം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചെടുത്തിട്ടാണ് പോയത്. അപ്പോൾ എനിക്ക് കിട്ടിയതാണ് ഭയപ്പെടേണ്ട, വിശ്വസിക്കാൻ മാത്രം ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള വചനം. ഞാൻ വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു. എനിക്ക് എൻ്റെ ബർത്ത്ഡേ മാർച്ചിലാണ്, മാർച്ച് 22 അപ്പോൾ ഞാൻ എപ്പോഴും പറയായിരുന്നു എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എൻ്റെ ബർത്ത്ഡേക്ക് മുന്നേ എനിക്ക് ജോലി തരണം എന്ന്. മാർച്ച് 19 എനിക്ക് ഇൻ്റർവ്യൂ ഷെഡ്യൂളായി. അവർ പറഞ്ഞത് 1 വീക്ക് എടുക്കും ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വരാമെന്നാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ബർത്ത്ഡേയും പോയി, എനിക്ക് അങ്ങനെ സന്തോഷിക്കാനുള്ള ഇതില്ലാന്ന്. പക്ഷേ മാർച്ച് 20 എൻ്റെ റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി. ആ ഇൻ്റർവ്യൂ എനിക്ക് ഭയങ്കര പാടായിരുന്നു. എന്നൊക്കെ ക്വാളിഫിക്കേഷനുള്ള ആളുകളുണ്ടായിരുന്നു, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. ഇൻ്റർവ്യൂവിന് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം ഉപ്പൊക്കെ യൂസ് ചെയ്തിട്ടാണ് കയറിയത്. കാരണം എനിക്ക് ആ ഇൻ്റർവ്യൂ കിട്ടിയില്ലെങ്കിൽ ഇനി എത്ര നാളും കൂടെ അവിടെ നിൽക്കണം എന്ന് അറിയില്ലായിരുന്നു. എനിക്ക് നല്ല വിഷമമായിരുന്നു. അവരെന്നോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചപ്പോഴും എനിക്ക് സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിൽ റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയില്ല. ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലായില്ല. ഞാൻ അവരോട് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ ചോദിച്ചു. എനിക്ക് ഇഷ്ടമുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ചോദിച്ചിട്ട് അതിനെ പറ്റിയിട്ട് എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അതിനെനിക്ക് ആൻസർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് കിട്ടില്ല എന്ന്. പക്ഷേ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എനിക്ക് ആ ഇൻ്റർവ്യൂ പാസ്സാക്കി തന്നു. വെറും 2.5 മാസം കൊണ്ട് എൻ്റെ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയി. ഞാൻ 3ാമത് ഇവിടെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പം എൻ്റെ പ്രോസസ്സിങ് റിലേറ്റഡ് ആയിട്ട് ഒരു ഡേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, May 7 എന്ന് പറഞ്ഞിട്ട്. എൻ്റെ മനസ്സിൽ അപ്പോൾ വന്നു, ഞാനത് എഴുതി. May 7 ഞങ്ങളുടെ വിസ അപ്പോയിൻമെൻറ്റ് വന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഞങ്ങളുടെ വിസ അടിച്ച് ഞങ്ങളുടെ കയ്യിൽ കിട്ടി. 2.5 മാസം ആവുന്നതിന് മുന്നേ എൻ്റെ പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്തു. ജൂൺ 17 ഞങ്ങൾ ജർമ്മനിക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാം ഡേറ്റ് ആണെങ്കിലും എല്ലാ കാര്യത്തിലും പ്രോസസ്സിങ് എല്ലാ കാര്യങ്ങളും നടന്നത് ഒന്നെങ്കിൽ ചൊവ്വാഴ്ച ആയിരിക്കും, അല്ലെങ്കിൽ 7 റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റിലായിരിക്കും. ഞാൻ ഒരിക്കലും ഇവിടെ ആദ്യമായിട്ട് വരുമ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എനിക്ക് ഇത്രയും പെട്ടെന്ന് ജർമ്മനിക്ക് പോകാൻ പറ്റുമെന്നും. പ്രോസസ്സിങ്ങിൻ്റെ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. എല്ലാം എൻ്റെ ഏജൻസിയും എംപ്ലോയറുമാണ് ചെയ്തത്. ജസ്റ്റ് വിസയ്ക്ക് പോവുക, അവർ തന്ന പേപ്പേഴ്സ് പ്രിൻ്റ് എടുക്കുക, അവിടെ കൊടുക്കുക, അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എല്ലാ കാര്യം ഇവിടം വരെ എത്തിച്ചത് എൻ്റെ അമ്മ മാതാവും യേശു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പത്രം കൊടുക്കാറുണ്ട്. ഞാൻ മൈസൂരാണ് പ്രോസസ്സിങ് ചെയ്തത്. അപ്പോൾ അവിടെ കന്നഡ പത്രം വാങ്ങി കൊടുക്കാറുണ്ട്. പള്ളികളിൽ പോയിട്ട് മലയാള പത്രം കൊടുക്കാറുണ്ട്. പിന്നെ സ്റ്റാറ്റസ് ഇടാറുണ്ട്, സ്റ്റോറി ഇടാറുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഫ്രണ്ട്സ് എല്ലാവർക്കും കൂടി കൃപാസനത്തിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിൽ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. ഡെയിലി അസസ്മെൻറ്റുകൾ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സാലറി കിട്ടുന്നതിൽ നിന്ന് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഫുഡ് വാങ്ങി കൊടുക്കാറുണ്ട്. പള്ളിയിൽ അവിടെ ഓർഫനേജൊക്കെ നടത്തുന്നതിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഡെയിലി ബ്രെഡ് കൂടാറുണ്ട്, അത് മുടക്കാറില്ല. എത്ര തിരക്കാണേലും ഞാൻ ഡെയിലി ബ്രെഡ് കൂടും. ഞാൻ യാത്രയിലാണേലും കൂടും. വൈകുന്നേരം ഈവനിങ് പ്രെയറും ഞാൻ ചെയ്യാറുണ്ട്. എനിക്ക് ജപമാല ചൊല്ലാൻ അറിയില്ലായിരുന്നു. എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ എനിക്കത് പഠിപ്പിച്ചു തന്നു. ഞാൻ എല്ലാ ദിവസവും ജപമാല ചൊല്ലാറുണ്ട്. ബൈബിള് വായിക്കാറുണ്ട്. എനിക്ക് ബൈബിള് കറക്റ്റ് വായിക്കാൻ അറിയില്ല. അപ്പോൾ ഞാൻ ഓഡിയോ ബുക്ക് കേട്ടിട്ട് ഡെയിലി അത് ചെയ്യാറുണ്ട്. കുർബാന കൂടാറുണ്ട്. അവിടെ മൈസൂരുള്ള സമയത്ത് അവിടെ മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ള പള്ളിയുണ്ട്. അവിടെ ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് പോവും. കുർബാന മുടക്കാറില്ല, അതൊക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട്.
എല്ലാം തന്ന പരിശുദ്ധ അമ്മയ്ക്കും യേശുവിനും 1000 നന്ദി. ഇനിയും ഞാൻ ഉടമ്പടിയിൽ തന്നെ ജീവിക്കും. എന്നെ പുതിയൊരാളാക്കാൻ, കുറച്ചുകൂടെ ഒരു ബെറ്റർ പേഴ്സൺ ആക്കാൻ എന്നെ ഉടമ്പടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നിൻ്റെ വിജയത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കും. അങ്ങനെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിജയ പതാക പാറിക്കും. കർത്താവ് നിൻ്റെ അപേക്ഷകൾ കൈക്കൊള്ളട്ടെ. സങ്കീർത്തനം 20:5 വിജയ പതാക പാറിക്കുന്നത് കർത്താവിൻ്റെ നാമത്തിലാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ്. ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു ദൈവത്തിൻ്റെ സാക്ഷിയായിട്ട്, പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ടാണ് ഇന്ന് അമ്മയ്ക്ക് നന്ദി പറയുന്നത്. അക്രൈസ്തവ മക്കളായ ഈ കൊച്ചുമക്കൾ ഉടമ്പടിയുടെ കൊച്ചു ചുവടുകൾ വയ്ക്കുമ്പോഴും ഈശോയും അമ്മയും അവരുടെ പ്രാർത്ഥന കേൾക്കാതിരുന്നില്ല. അവരെ കൈപിടിച്ച് മുന്നോട്ട് നയിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഒരു ദൈവാനുഭവമാണ് ഈ മക്കൾക്കുണ്ടായത്. ഇത് ഈ മകൾ പറഞ്ഞു നിർത്തിയത് ഉടമ്പടിയിൽ വന്നേ പിന്നെ ഞാനൊരു ബെറ്റർ പേഴ്സൺ ആയെന്നാണ്. ഒരു പക്ഷേ ആത്മീയതയിലോ കൂടുതൽ കൂട്ടുകാരോട് കൂടുവാനും അത് ആത്മീയമായ ഒരു ബന്ധമാണ്. നമുക്കറിയാം, പലപ്പോഴും നമ്മുടെ യൂത്ത് കൈവിട്ട് പോകുന്ന ഒരു സമയമാണ്. പക്ഷേങ്കിൽ ഈ മക്കൾ ഒരു കൃപാസനം ഗ്രൂപ്പ് തന്നെ, ഒരു യൂത്തിൻ്റെ ഗ്രൂപ്പാണ്. യങ് ജനറേഷനിൽ ഒരു യങ് ഗ്രൂപ്പ്, അതായത് ഉടമ്പടി മക്കളുടെ കൊച്ചുമക്കളുടെ ഒരു ഗ്രൂപ്പ് തന്നെ ഇവരുണ്ടാക്കിയിരിക്കുകയാണ്, കൃപാസനം ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൽ അവർ മറ്റുള്ളവരെ എൻകറേജ് ചെയ്തും പ്രാർത്ഥനയിൽ അരൂപിയിലുമാണ് ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. ജീവിതത്തിൽ ഏറ്റവും നല്ലത് ആത്മീയ ജീവിതം ഉണ്ടെങ്കിൽ നമുക്കെല്ലാം നമ്മുടെ കൂടെയുണ്ട്. ഈശോയും അമ്മയും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, നാം വഴി തെറ്റാതെ നല്ല ഒരു ആത്മീയ ജീവിതം ഉണ്ടെങ്കിൽ, ആ ആത്മീയതയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവിടെ ജീവിതത്തിലെന്നും വിജയ പതാക തന്നെയായിരിക്കും. കാരണം ഈശോയുടെ സാന്നിധ്യമുണ്ട്, അമ്മയുടെ സംരക്ഷണമുണ്ട്. കൃപാസനം അമ്മയാണ് നമ്മെ ആ ഈശോയുടെ ആ സംരക്ഷണത്തിലേക്ക് നമ്മെ കരം പിടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നത്. കാനായിലെ വിവാഹ വിരുന്നിൽ കുടുംബത്തിൻ്റെ പ്രശ്നം മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അവരെ ഈശോയിലേക്ക് കൊണ്ടുപോയത്. ഇന്നും അമ്മ, കൃപാസനം അമ്മ നമ്മുടെ ഓരോ മക്കളെയും കരം പിടിച്ചുകൊണ്ടാണ് ഈശോയുടെ അരികിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുമെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ വിജയം ദൈവകൃപയാണെന്ന് നമുക്ക് തിരിച്ചറിയാം. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്കും വിശ്വാസത്തിൻ്റെ സാക്ഷികളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശയ്ക്കും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയായിരിക്കട്ടെ. ലോകരക്ഷനായ ഈശോയ്ക്കും കൃപാസനം പ്രസാദ മാതാവിനും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം പറയാണ്. എൻ്റെ പേര് റോണി. ഞാൻ മംഗലാപുരത്ത് നിന്നാണ് വരുന്നത്. ഇതെൻ്റെ ഭാര്യ ഷീബ, ഇത് മോൻ ആരൺ, പിന്നെ എൻ്റെ അമ്മയുണ്ട് ആനി. ഞാൻ 2024 മെയ് മാസത്തിലാണ് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം, എൻ്റെ വൈഫ് നേഴ്സിംഗ് കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങളായിട്ട് വിദേശത്ത് പോകാനായിട്ട് ആലോചിച്ചു ഇരിക്കുകയായിരുന്നു. പല പല തടസ്സങ്ങൾ കൊണ്ട് അത് നടന്നില്ല. അവസാനം എൻ്റെ കല്യാണം കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ട്രൈ ചെയ്തു, ഒന്നും നടന്നില്ല. അവസാനം ഇസ്രായേലിൽ പോകാനായിട്ടൊരു ചാൻസ് വന്നു. അതിൻ്റെ പേപ്പർ വർക്കുകൾക്കായിട്ട് പോയപ്പോഴാണ് അതിലെ നൂലാമാലകളെല്ലാം എനിക്ക് മനസ്സിലായത്. എന്ത് പേപ്പറിൽ ആളുടെ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സർനെയിം അങ്ങനെയുള്ള യാതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതെല്ലാം തിരുത്തി കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവിടെയുള്ള മംഗലാപുരത്തുള്ള ഓഫീസുകളിലെല്ലാം ഞങ്ങൾ കയറി ഇറങ്ങി. പ്രത്യേകിച്ച് ഞങ്ങൾ മലയാളികളായതുകൊണ്ട് അവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അച്ഛൻ്റെ ധ്യാനങ്ങളും കാര്യങ്ങളെല്ലാം യൂട്യൂബിൽ കാണുകയുണ്ടായിരുന്നു. അപ്പോഴെൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് ഞാൻ ഈ ഉടമ്പടിയുടെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചറിഞ്ഞതും ഈ ഒരാവശ്യത്തിന് വേണ്ടി ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ വന്നതും. ഉടമ്പടി എടുത്തതിന് ശേഷം ഉണ്ടായ സമയച്ചുരുക്കം വളരെ അത്ഭുതമായിരുന്നു. വെറും 3 ആഴ്ച കൊണ്ട് എൻ്റെ വൈഫിന് ഇസ്രായേലിൽ പോകാൻ സാധിച്ചു. എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടുത്തെ ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കളെ ഉപ്പ്, തൈലം ഇതെല്ലാം യൂസ് ചെയ്യുമായിരുന്നു. എവിടെ പോവുകയാണെങ്കിലും, ഓഫീസിൽ പോവുകയാണെങ്കിലും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി, വിശ്വാസ പ്രമാണം ചൊല്ലി, കുരിശ് വരച്ച് ആ ഉപ്പ് ഒരു നുള്ളെടുത്ത് വായിലിട്ടതിന് ശേഷം മാത്രമാണ് പോയിരുന്നത്. ഓരോ ഓഫീസിൽ പോകുമ്പോഴും ആ ഉപ്പ് കൊണ്ടുപോയിട്ട് അവിടെ ഇട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് ഞങ്ങളത് ഓഫീസിലേക്ക് പ്രവേശിച്ചിരുന്നത്. അങ്ങനെ 1-2 ആഴ്ച കൊണ്ട് എല്ലാ ഡോക്യുമെൻറ്റുകളും, പാസ്പോർട്ട്, ആധാർ കാർഡ്,
വോട്ടർ ID, അങ്ങനെ പല പല കാര്യങ്ങളെല്ലാം ശരിയായി. അതിനുശേഷം അതിനേക്കാളും വലിയൊരു കടമ്പ, എൻ്റെ വൈഫിന് TBയുടെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ മെഡിക്കൽ ടെസ്റ്റിന് പോകുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ റിജക്റ്റ് ആവും, പോകാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് തിരി കത്തിച്ച് വെച്ച് വിശ്വാസ പ്രമാണവും ഉടമ്പടിയുടെ പ്രാർത്ഥനകളെല്ലാം ചൊല്ലി ഉടമ്പടി തൈലം കൊണ്ട് നെറ്റിയിൽ കുരിശ് വരച്ച് ഉടമ്പടി ഉപ്പ് സ്വല്പം കഴിച്ച് ആ ഉപ്പ് എടുത്തുകൊണ്ടാണ് എൻ്റെ വൈഫ് മെഡിക്കലിനായിട്ട് പോയത്. അപ്പോൾ മെഡിക്കൽ ചെയ്യുന്ന സെൻറ്ററിൻ്റെ അവിടെ ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് വൈഫ് അതിനു വേണ്ടി പോയത്. അത്ഭുതം എന്ന് പറയട്ടെ, 20 പേരായിരുന്നു അവർ അതിൽ അറ്റൻഡ് ചെയ്തത് ആ ബാച്ചിൽ. അതിൽ 12 പേര് പാസ്സായി. അതിലൊരാൾ എൻ്റെ വൈഫായിരുന്നു. അമ്മ മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം കൊണ്ട് അന്ന് മാത്രമാണ് ആ മെഡിക്കൽ ടെസ്റ്റിൽ പാസ്സാകാൻ സാധിച്ചതെന്ന് ഞങ്ങളെപ്പോഴും വിശ്വസിക്കുന്നു. അതിനുശേഷം അടുത്ത കടമ്പ അവരുടെ എംബസിയുടെ ഇൻ്റർവ്യൂ ആയിരുന്നു. വൈഫിനെ സെപ്പറേറ്റ് ഇൻ്റർവ്യൂ ചെയ്യും, അത് കഴിഞ്ഞിട്ട് പിന്നെ ഹസ്ബൻഡിനെ ഇൻ്റർവ്യൂ ചെയ്യും. അപ്പോൾ ഞങ്ങൾ പറയുന്ന സംഭവങ്ങൾ കോയിൻസൈഡ് ആകണം, എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ തീർന്നു. പക്ഷെ അവിടെ ഇതുപോലെ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച് മാധ്യസ്ഥം പ്രാർത്ഥിച്ച് ഞങ്ങൾ ഇൻ്റർവ്യൂവിന് പോയി. അവിടെയും ഉടമ്പടിയുടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇൻ്റർവ്യൂവിൽ പങ്കായത്. വളരെ ക്യാഷ്വലായിട്ടുള്ള സംസാരം മാത്രമേ ഉണ്ടായുള്ളൂ. ജോബിൽ സംബന്ധിച്ചുള്ള ഒരു കാര്യങ്ങളും അവർ ചോദിച്ചിട്ടില്ല. അങ്ങനെ 3 ആഴ്ച കൊണ്ട് വെരി ഫാസ്റ്റ് അവർ ഇസ്രായേലിലേക്ക് പോയി. അതിനുശേഷം രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ മോൻ്റെ കവിളത്ത് 2 കവിളിലും വൈറ്റ് മാർക്ക് ഉണ്ടായിരുന്നു, 3-4 മാർക്കുകൾ. ഒരു 5-6 വർഷമായിട്ട് ഉള്ളതാണ്. മരുന്നുകളൊക്കെ ചെയ്ത് പിന്നെ വൈറ്റമിൻ ടാബ്ലറ്റ്സ് എല്ലാം കഴിച്ചു, പക്ഷെ അതൊന്നും കാര്യമായില്ല. അവസാനം ഉടമ്പടി തൈലം എന്ന ദിവ്യ ഔഷധം ഒന്നുകൊണ്ട് മാത്രമാണ് എൻ്റെ മോൻ്റെ മുഖത്തുള്ള പാടുകൾ ഇപ്പോൾ പോയി. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കാം, ക്ലിയറാണ് അവൻ്റെ ഫേസ്. അവൻ്റെ ഫേസിൽ യാതൊരു മാർക്കും ഇല്ല. ഇതെല്ലാം അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈശോ തന്ന അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. എനിക്കിത്രയെല്ലാം അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ലോകരക്ഷനായ ഈശോയ്ക്കും ഈശോയുടെ മാധ്യസ്ഥം വഹിച്ച് ഈ അനുഗ്രഹങ്ങളെല്ലാം തന്ന അമ്മയ്ക്കും നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഞങ്ങളുടെ മംഗലാപുരത്ത് 2-3 ഓൾഡ് ഏജ് ഹോമുകളുണ്ട്. പിന്നെ ഹോസ്പിറ്റലിൽ ഫുഡ് കൊടുക്കുന്ന ഒരു ട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെയെല്ലാം സഹായിക്കുകയും അവർക്ക് ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും, സാധനങ്ങൾ മേടിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് ചെയ്തിരുന്നത്. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാനാണ് ഉടമ്പടി എടുത്തത്. എൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ, എല്ലാ ദിവസവും പള്ളിയിൽ പോകാനുള്ള ഒരു മനസ്സ് എനിക്ക് തന്നെത്താൻ തോന്നിച്ചു ദൈവം. പറ്റുന്നത്ര 99% ഞാൻ രാവിലെ അച്ഛൻ്റെ പ്രാർത്ഥന ഡെയിലി ബ്രെഡ് കേട്ടതിന് ശേഷം 6 മണിക്ക് 6:30ക്കാണ് കുർബാന. അതിന് പോയി പങ്കെടുത്തിട്ടാണ് വീട്ടിൽ വന്ന് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നത്. ഇത്രയൊക്കെ നന്മകൾ ചെയ്ത അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥം വഴി ഈശോയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തതെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു. എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 12-ാം അധ്യായം 8-ാം തിരുവചനം. ദൂതൻ അവനോട് പറഞ്ഞു, നീ അരമുറുക്കി പാദരക്ഷകൾ അണിയുക. അവൻ അങ്ങനെ ചെയ്തു. ദൂതൻ വീണ്ടും പറഞ്ഞു, മേലങ്കി ധരിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക. അവൻ പുറത്തിറങ്ങി ദൂതനെ അനുഗമിച്ചു. എങ്കിലും ദൂതൻ വഴി സംഭവിച്ച ഇക്കാര്യം യാഥാർത്ഥ്യമാണെന്ന് അവന് തോന്നിയില്ല. തനിക്കൊരു ദർശനമുണ്ടായതാണെന്നേ അവൻ കരുതിയുള്ളൂ. റോണി വർഗീസ് തൻ്റെ കുടുംബത്തിന് വേണ്ടി പറയുന്ന നല്ല ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ ഏറ്റുപറഞ്ഞത്. ഉടമ്പടി ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിലും ഉണ്ടായ അത്ഭുതങ്ങളും സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവർക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് തൻ്റെ റോണിയുടെ വൈഫിനുണ്ടായ വലിയൊരു അത്ഭുത സാക്ഷ്യമാണ് ഇവിടെ ഏറ്റുപറയുന്നത്. 20 വർഷക്കാലമായി അവർ വൈഫ് ഒരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുകയായിരുന്നു. പക്ഷേ ഉടമ്പടി ചെയ്തതിന് ശേഷം 3 ആഴ്ചയ്ക്കുള്ളിലാണ് ഈ മകൾ ഇസ്രായേലിലേക്ക്
ജോലിക്കായി പോകുന്നതിനുള്ള സാധ്യതകൾ തുറന്നു കിട്ടിയത് എന്ന് അദ്ദേഹം ഏറ്റു പറയുന്നു. അവരെവിടെയൊക്കെയോ ഏതെല്ലാം ഓഫീസുകളിൽ കയറിയോ ആരോടെല്ലാം സംസാരിച്ചുവോ അവിടെയെല്ലാം പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു നല്ല സാധ്യതകൾ തുറന്നു കിട്ടുന്നതെന്ന് അദ്ദേഹം ഏറ്റു പറയുകയുണ്ടായി. അവരുടെ ഉടമ്പടി ജീവിതം കുടുംബത്തിൽ മൊത്തത്തിൽ അവർ വളരെ വിശ്വസ്തതാപൂർവം ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രാർത്ഥനാ അന്തരീക്ഷം അവരുടെ കുടുംബത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവപിതാവിനെ പരിശുദ്ധ അമ്മ ചോദിക്കുന്നതെന്തും ഈശോ നൽകാൻ അവർക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു. അങ്ങനെയാണ് നമ്മെ ജോസഫ് അച്ഛൻ പഠിപ്പിക്കുന്നതും. ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുമ്പോൾ ബാക്കിയുള്ളതെല്ലാം നമ്മോട് കൂട്ടിച്ചേർക്കുമെന്ന് ജോസഫ് അച്ഛൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അവരുടെ നേർച്ച വസ്തുക്കളുടെ ശക്തമായ പ്രയോഗം, പ്രയോഗവും അവരുടെ വിശ്വാസ ജീവിതവും അവരുടെ ഉടമ്പടിയിലുള്ള അവരുടെ വിശ്വസ്തതയുമാണ് ഇന്നവർക്ക് വളരെ സന്തോഷത്തോടുകൂടി സാക്ഷ്യം പറയാനുള്ള സാധ്യത നൽകുന്നത്. അതുപോലെ തന്നെ മകൻ്റെ മുഖത്തുണ്ടായ 6 വർഷത്തോളമായി അവരുടെ മുഖത്തുണ്ടായിരുന്ന ചില പാടുകൾ ഇവിടെ നിന്നുള്ള നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് തന്നെ വളരെ പെട്ടെന്ന് അപ്രത്യക്ഷമായി സൗഖ്യം ലഭിച്ചു എന്നും ഏറ്റു പറയുന്നു. നമുക്ക് ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിന് ഒരു പ്രത്യേക കാരണം ദൈവം നമ്മെ വിട്ടുപിരിയുന്നില്ല എന്നാണ്. നമ്മെ പിരിഞ്ഞു പോകാത്ത ദൈവം, നമ്മെ പിരിഞ്ഞു പോകാൻ മനസ്സിലാത്ത ദൈവം, നമ്മെ എപ്പോഴും ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം, നമ്മുടെ സങ്കടങ്ങളിലെല്ലാം നമ്മോട് കൂടെ കരയുന്നൊരു ദൈവം നമുക്കുള്ളപ്പോൾ നമുക്കൊന്നിനും ഭയപ്പെടേണ്ടതില്ല. ഞാൻ തന്നെ നിൻ്റെ കൂടെ വരികയും നിനക്ക് വഴികാട്ടിയായി നിൽക്കുകയും ചെയ്യുന്ന പ്രവാചകന്മാരോട് ദൈവം അരുളി ചെയ്യുന്നുണ്ട്. അതെല്ലാം ഇന്നും നമ്മുടെ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ നിവർത്തിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റോണി വർഗീസിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുന്നതോടൊപ്പം സമാനമായ ജീവിത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന, അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്ന, രോഗാവസ്ഥകളും ജോലി പ്രശ്നങ്ങളുമായി നിൽക്കുന്ന എല്ലാ മക്കളുടെയും നിയോഗങ്ങളെ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ സാക്ഷ്യം പറയാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ച പരിശുദ്ധ മാതാവിനും തിരുക്കുമാരനോടും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയാക്കി മാറ്റിയതിന് കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ലക്ഷ്മി. ഞാൻ കൊല്ലത്തു നിന്ന് വരുന്നു. കൂടെ വന്നിരിക്കുന്ന എൻ്റെ ചേച്ചിമാരും മൂത്ത ചേച്ചിയുടെ ഹസ്ബൻഡും ഇളയ ചേച്ചിയുടെ കുഞ്ഞുങ്ങളുമാണ്. പിന്നെ അമ്മയുണ്ട്. ഞാൻ ഉടമ്പടി എടുത്തത് 31/10/2022 ഞാനൊരു അക്രൈസ്തവയാണ്. കൃപാസനത്തെ പറ്റി ഞാൻ ആദ്യമായി അറിഞ്ഞത് യൂട്യൂബ് വഴിയും ഉടമ്പടി പത്രം വഴിയുമാണ് ഈ പുണ്യഭൂമിയിൽ എത്തിയത്. എൻ്റെ കല്യാണം നടക്കണം എന്നാണ് ആദ്യം ഞാൻ ഉടമ്പടി വെച്ചത്. അത് നല്ല രീതിയിൽ തന്നെ നടന്നു. അതിന് സാമ്പത്തിക സ്ഥിതി ഇല്ലായിരുന്നു. അത് പ്രോപ്പർട്ടി വിറ്റാലേ നമ്മൾ കല്യാണം നടക്കൂ എന്നൊരു സ്ഥിതിയായിരുന്നു. അതിന് 2 വർഷമായിട്ട് മുടങ്ങിക്കിടന്ന ഒരു വസ്തു കച്ചവടമായിരുന്നു. അത് കല്യാണത്തിന് 3 മാസം ബാക്കിയുള്ളപ്പോഴാണ് ഇത് കച്ചവടമായത്. അത് വിശുദ്ധ ഉടമ്പടി ഉപ്പ് ആ ഭൂമിയിൽ വിതറി വിശ്വാസ പ്രമാണം ചൊല്ലിയതിൻ്റെ ഫലമായിട്ടാണ് കച്ചവടം പെട്ടെന്ന് നടന്ന് കല്യാണം നല്ല വൃത്തിയായിട്ട് നടന്നു. പിന്നെ ഞാൻ വെച്ചത് എൻ്റെ ചേച്ചിയുടെ കാര്യമാണ്. എൻ്റെ പേര് മായ രാജേഷ്. ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് 31/10/2022 എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞാണ് ഞാൻ ഫസ്റ്റായിട്ട് ക്യാരിങ് ആയത്. ആയ സമയം ഫസ്റ്റ് മന്ത് തൊട്ടേ എനിക്ക് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. എനിക്ക് ഹെമറ്റോമയായിരുന്നു. 6 മന്ത് ആയപ്പോഴത്തേക്ക് അത് അബോട്ടായി. അത് കഴിഞ്ഞ് 6 മന്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ രണ്ടാമത് ക്യാരിങ് ആയത്. എനിക്ക് BP-യും ഷുഗറും ഉണ്ടായിരുന്നു. ലാസ്റ്റ് മന്ത് ആയപ്പോഴത്തേക്ക് ലാസ്റ്റ് മന്തിൽ 9th മന്തിൽ സ്കാനിങ് കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ വന്ന് ചെക്കപ്പ് കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ വന്നതിന് ശേഷം എനിക്കൊരു പെയിൻ വന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ പറഞ്ഞു ഫേക്ക് പെയിനാ, പോയിച്ച് വരാം എന്ന് പറഞ്ഞ് വിട്ടേക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് പറഞ്ഞു നമുക്കൊന്നുകൂടെ ഒന്ന് നോക്കാമെന്ന് പറഞ്ഞപ്പം കുഞ്ഞ് ബ്രീച്ചിലായിരുന്നു. ഇച്ചിരി കോംപ്ലിക്കേഷൻ ആയിരുന്നു. ഭയങ്കര അങ്ങനെ പിറ്റേന്ന് എനിക്ക് സിസേറിയൻ പറഞ്ഞായിരുന്നു. അപ്പോഴത്തേക്ക് ട്യൂബ് ഇടാൻ വേണ്ടി ഡോക്ടർ നോക്കിയപ്പോഴാണ് കാണുന്നത് കുഞ്ഞിൻ്റെ കാലങ്ങ് പുറത്ത് വന്ന് ഡെലിവറി ആയ സമയമായി. അങ്ങനെ എനിക്ക് ലേബർ റൂമിലോട്ട് കയറ്റി. എനിക്ക് ആ കുഞ്ഞിനെ നഷ്ടമായി. പിന്നെ കുറേ കാലം വിഷമത്തോടെ നടന്നപ്പോഴാണ് എൻ്റെ ചേച്ചി യൂട്യൂബിലൂടെ ഈ ഇവിടുത്തെ ഉടമ്പടിയെക്കുറിച്ചും സാക്ഷ്യങ്ങളെക്കുറിച്ചുമൊക്കെ ഞങ്ങൾ ആദ്യമായിട്ട് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ ഉടമ്പടിയിൽ ആദ്യത്തെ നിയോഗമായിട്ട് വെച്ചിരുന്നത് എനിക്ക് ആയുസ്സും ആരോഗ്യത്തോടെ എൻ്റെ കയ്യിലോട്ടൊരു കുഞ്ഞിനെ തരണേ മാതാവേ എന്നായിരുന്നു.
അത് കഴിഞ്ഞ് ഞാൻ ഗർഭിണിയായി 9 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് 3ാമത് ഗർഭിണിയായി. ഒരു ട്രീറ്റ്മെൻറ്റോ ഒന്നുമില്ലാതെ ഇവിടുത്തെ നേർച്ച വസ്തുക്കൾ കൊണ്ട് മാത്രമാണ് ഞാൻ ഗർഭിണിയായത്. എന്നും ദിവസം എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ഞാൻ ഇവിടുത്തെ സാക്ഷ്യങ്ങളൂടെ മാത്രമാണ് ഞാൻ ഓരോ ദിവസവും തള്ളി നീക്കിക്കൊണ്ടിരുന്നത്, പ്രാർത്ഥനയിലൂടെ മാത്രം. ഞാൻ എന്നും ഇവിടുത്തെ തൈലം എൻ്റെ വയറ്റത്ത് പൂശി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. 5ാം മാസത്തെ സ്കാനിങ്ങിലും കുറച്ച് ഈ കുഞ്ഞിന് ഒരു സ്റ്റൊമക്ക് ഫില്ലാവുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു, ഒന്ന് നടന്നിട്ട് വാ, എത്ര നോക്കിയിട്ടും പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ 2-3 വട്ടം നടന്ന് ഞാൻ അവസാനം അമ്മയെ വിളിച്ച് പറഞ്ഞു, അമ്മേ ഒന്ന് പ്രാർത്ഥിക്കണേ, ഞാൻ കയറാൻ പോവുക, ലാസ്റ്റാ, അല്ലെങ്കിൽ പിന്നെ ഡോക്ടർ 2-3 ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാനാ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ എൻ്റെ വയറ്റത്ത് തൈലം പൂശി ഞാൻ പ്രാർത്ഥിച്ചിട്ട് കയറിയ പാടെ തന്നെ എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ സ്റ്റൊമക്കും ഫില്ലായി. അപ്പോഴത്തേക്ക് അത് കഴിഞ്ഞ് ജൂൺ 26 എനിക്ക് പെയിൻ വന്ന് എന്നെ ലേബർ റൂമിൽ കയറ്റി. എനിക്ക് അത്രയും കോംപ്ലിക്കേഷനൊക്കെ ഉണ്ടായതുകൊണ്ട് എനിക്ക് ഓരോ ദിവസവും ഇഞ്ചക്ഷൻ, മാസത്തിൽ ഇഞ്ചക്ഷൻ, ആഴ്ചകൾ ഇഞ്ചക്ഷൻ എല്ലാം ഉണ്ടായിരുന്നു. എനിക്ക് പെയിൻ വരുന്നതിൻ്റെ തലേ ദിവസം ഞാൻ ഇവാപെറിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തു. അപ്പം 12 hours കഴിഞ്ഞാലേ എനിക്ക് സിസേറിയൻ ചെയ്യാൻ പറ്റൂ. എനിക്ക് നോർമലായിട്ട് നടക്കും, പക്ഷേ പാസ്റ്റ് ഹിസ്റ്ററി കുറച്ച് മോശമായതുകൊണ്ട് ഞാൻ തന്നെയാണ് ഡോക്ടറിനോട് പറഞ്ഞ് എനിക്ക് സിസേറിയൻ മതിയെന്ന്. അപ്പോഴത്തേക്ക് ഡോക്ടറും അവിടെ ആ 12 hours കഴിയാൻ വേണ്ടി രാത്രി 2 മണിക്കൊക്കെ ഡോക്ടർമാർ ഇങ്ങനെ നോക്കി നിൽക്കുക എനിക്ക് ഉടനെ സർജറി ചെയ്യാൻ വേണ്ടി. 2:28 എനിക്ക് സർജറി കഴിഞ്ഞു. സർജറി കഴിഞ്ഞ സമയത്ത് പുറത്ത് അമ്മയും എൻ്റെ അനിയത്തിയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം 2:25 ഞാൻ കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പുറത്ത് അതിസുന്ദരിയായ ഒരു സ്ത്രീ വന്ന് എൻ്റെ അമ്മയോടും ഹസ്ബൻഡിനോടും അനിയത്തിയോടും പറഞ്ഞു, മായ പ്രസവിച്ചു, ആൺകുഞ്ഞാണ്, അമ്മയും മകനും സുഖമായിട്ടിരിക്കുന്നു എന്ന്. അപ്പോൾ ഹസ്ബൻഡ് എൻ്റെ കൂടെ ചെക്കപ്പിനൊക്കെ സ്ഥിരം വരുന്നയാ. ആ സമയത്ത് വേറെ ഒരു ദിവസം 10-20 സിസേറിയൻ നടക്കുന്ന ഹോസ്പിറ്റലാണ്. ആ സമയം ആയതുകൊണ്ടും പെട്ടെന്ന് പെയിൻ വന്ന് എന്നെ അങ്ങനെ ആയതുകൊണ്ടും അവിടെ ഞാൻ മാത്രമേ ആ ഓപ്പറേഷൻ തിയേറ്ററിൽ പേഷ്യൻ്റായിട്ടുള്ളായിരുന്നുള്ളൂ സർജറിക്ക് വേണ്ടി. അപ്പോഴത്തേക്ക് ഹസ്ബൻഡിനൊരു ഡൗട്ട്, ഞാൻ എപ്പോഴും വരുമ്പോൾ കാണുന്ന ഡോക്ടറല്ല, എൻ്റെ കേസ് അറ്റൻഡ് ചെയ്യുന്ന ഡോക്ടറല്ല വന്ന് പറഞ്ഞത്, അതിസുന്ദരിയായ ഒരു ഡോക്ടർ വന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഹസ്ബൻഡ് അപ്പം ഡൗട്ട് അടിച്ചിരിക്കുക. അപ്പോൾ അമ്മയും പറഞ്ഞു, രാജേഷേ ഇത് നമ്മുടെ ഡോക്ടറാണോ വന്ന് പറഞ്ഞത് എന്ന്. അപ്പോഴത്തേക്ക് കുറച്ച് കഴിഞ്ഞപ്പം എന്നെ കാണിക്കുന്ന ഡോക്ടർ വന്ന് പറഞ്ഞു, മായ പ്രസവിച്ചു കേട്ടോ, കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു എന്ന്. ഞാനും എൻ്റെ കുടുംബവും എല്ലാം വിശ്വസിക്കുന്നത് അമ്മ മാതാവാണ് വന്ന് പറഞ്ഞത് എന്നാണ്, സഞ്ചാരി മാതാവാണ് വന്ന് പറഞ്ഞത് എന്നാണ്. അത് കഴിഞ്ഞ് 2 വർഷം ആയപ്പോഴത്തേക്ക് ഞാൻ രണ്ടാമത് ക്യാരിങ് ആയി. ആ മോൾക്ക് ഇന്ന് 3 മാസം ആവുകയാണ്. മോളെയും കൊണ്ട് വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി വരാം. 2 പേരും കൂടെ ഒരുമിച്ച് വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഇത്രയും താമസിച്ച് പോയത്. 2ാമത്തെ കുഞ്ഞിനെ ഗർഭിണിയായ സമയത്ത് ഞാനിങ്ങനെ സ്കാനിങ്ങിന് ഞാൻ മാതാവിന് പറഞ്ഞു, ആദ്യമേ എനിക്ക് ആദ്യത്തെ സമയത്ത് എനിക്ക് ഒരുപാട് ലാഗ് ചെയ്തു. സ്കാനിങ് റിപ്പോർട്ടിനും ആ സ്കാനിങ്ങിനൊക്കെ എന്തൊക്കെയോ കോംപ്ലിക്കേഷനൊക്കെ വരും. പക്ഷേ മോക്കാണെങ്കിൽ ഞാൻ ഒരു തരത്തിലുള്ള മരുന്നോ ഇഞ്ചക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ അന്ന് തൊട്ട് പ്രസവത്തിൻ്റെ തലേന്ന് വരെയും ഈ ഉടമ്പടി തൈലം പൂശി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഈ കുഞ്ഞിന് ഇഞ്ചക്ഷനോ കാര്യങ്ങളോ ഡോക്ടറിനോട് പറഞ്ഞു, ഞാൻ പഴയ പോലെയല്ല ഡോക്ടർ, എനിക്ക് വയ്യ, അതുകൊണ്ട് ഇഞ്ചക്ഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട എന്ന്. ഞാൻ അമ്മയുടെ തൈലം മാത്രം പൂശിയാണ് മോളെ സമയത്തെല്ലാം നോക്കിയത്. ആ സമയത്താണെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് ഒരു ചേച്ചി വന്നു. ഒരാഴ്ച ഇച്ചിരി ഏജ്ഡാണ്, 40 വയസ്സായി. ഒരാഴ്ച കൊണ്ടേ സ്കാനിങ്ങിന് വേണ്ടി നടക്കുമോ ആ ചേച്ചി. അപ്പം നടക്കുമ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു, ഹസ്ബൻഡ് പറഞ്ഞു, ആ ചേച്ചി ഒരാഴ്ച കൊണ്ട് നടക്കുവടേ, ഇയാളെ കയ്യിൽ തൈലോ വല്ലതും ഉണ്ടെങ്കിൽ ആ ചേച്ചിക്ക് ഇച്ചിരി കൊടുക്കണേ എന്ന്. അങ്ങനെ ഞാൻ ആ ചേച്ചിക്ക് തൈലം കൊടുത്ത് എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു പത്രം എൻ്റെ കയ്യിൽ കാണും. ഞാൻ ആ ചേച്ചിയുടെ പോയി പറഞ്ഞു, ചേച്ചി ഇത് വെച്ച് പ്രാർത്ഥിക്കുക, ചേച്ചിയുടെ കൂടെ എപ്പോഴും ദൈവം കാണും, മാതാവ് കാണും, സഞ്ചാരി മാതാവ് കാണുമെന്ന്. ഞാൻ അതെല്ലാം കഴിഞ്ഞ് മോളെ ഡെലിവറി ചെയ്യാൻ വേണ്ടി അഡ്മിറ്റ് ആയപ്പോൾ ആ ചേച്ചിയെ ഞാൻ വീണ്ടും കാണാനിടയായി. ആ ചേച്ചി പറഞ്ഞു, മായ അന്ന് തന്ന പത്രം കൊണ്ടാണ് ഞാൻ ഇപ്പോഴും എൻ്റെ കൈ അമ്മ മാതാവിനെ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്, ഞാൻ ഡെലിവറി കഴിഞ്ഞ് ഉടനെ പോയി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമെന്ന്. ഇത്രയും തന്ന് അനുഗ്രഹിച്ച അമ്മ മാതാവിന് തിരുകുമാരനും കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. ഇനി ചേച്ചിയുടെ സാക്ഷ്യങ്ങൾ പറയാൻ ചേച്ചിയുടെ കൊടുക്കുവാണ്. എൻ്റെ പേര് മഞ്ജു, കൊല്ലത്ത് നിന്ന് വരുന്നു. ഞങ്ങളെല്ലാവരും ഉടമ്പടി എടുത്ത ഒരു ദിവസം 31/10/2022
പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് നേടി തന്ന രോഗസൗഖ്യത്തിന് സാക്ഷ്യം പറയാനാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ കഷത്ത് ഒരു തടിപ്പുണ്ടായിരുന്നു. അത് ടെസ്റ്റ് ചെയ്തപ്പോൾ കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞതാണ്. അത് ടെസ്റ്റ് ചെയ്തപ്പോൾ പിന്നെ പോസിറ്റീവ് കാണിച്ചു, ക്യാൻസറാന്ന് പറഞ്ഞ് കാണിച്ചു. അപ്പം ഞങ്ങൾ ആകെ തകർന്നു പോയി. പക്ഷേ എന്നാലും മാതാവ് ഞങ്ങളെ കൈവിട്ടില്ല. ഈ ഉടമ്പടി വസ്തുക്കളും നേർച്ച വസ്തുക്കളും തൈലവും ഉപ്പും തേനും എല്ലാം ഞാൻ ഡെയിലി കൊടുക്കുകയും ദേഹത്ത് നെറ്റിയിൽ പൂശി പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥനയിലായിരുന്നു. അങ്ങനെ ഫെബ്രുവരി 26 ഡെയിലി ബ്രെഡിൽ അച്ഛനാണെങ്കിൽ 7 എന്ന് ഗോൾഡൻ ലെറ്ററിൽ കാണിക്കണമെന്ന് പറഞ്ഞു. ഞാനത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അന്ന് മുതൽ എൻ്റെ അന്നേരം 7 എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞ് നോക്ക് കലണ്ടറിൽ നോക്കാനെന്ന്. അന്നേരം നോക്കിയപ്പോഴാണെങ്കിൽ അന്ന് മുതൽ 7 ദിവസം അടുപ്പിച്ച് 7 തവണ വിശ്വാസ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുട്ടുകുത്തി പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ അന്ന് 7ാമത്തെ ദിവസം തികയുന്നതെന്ന് വെച്ചാൽ മാർച്ച് 4 പെറ്റ് സ്കാനാണ്. അന്നേരം അതിനു മുമ്പ് അച്ഛനെ കൊണ്ട് കൈവെപ്പ് ശുശ്രൂഷയൊക്കെ നടത്തിയായിരുന്നു. റിപ്പോർട്ടെല്ലാം മാതാവിനെ ഈശോയൊക്കെ കാണിപ്പിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ അങ്ങനെ പോയി. അന്നേരം അത് ഉപ്പിട്ട് പ്രാർത്ഥിക്കുക എടുക്കുക എല്ലാം ചെയ്ത് പോകുമ്പോഴും എടുക്കുമ്പോഴും എല്ലാം ഉപ്പിട്ട് പ്രാർത്ഥിക്കുക, ഡോക്ടറിനെ കാണാൻ പോകുമ്പോഴും എല്ലാം ഉപ്പിട്ട് പ്രാർത്ഥിക്കുക എടുക്കുക എല്ലാം എടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞു പെറ്റ് സ്കാൻ്റെ റിപ്പോർട്ട് കിട്ടുമ്പോൾ മാതാവേ ഒരു ക്യാൻസർ സെല്ല് ഒന്നും കാണല്ലേ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി നേർച്ച വസ്തുക്കളുടെ ഫലമായി സമയത്തിന് മേൽ അധികാരമുള്ള മാതാവ് എത്രയും പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ രോഗസൗഖ്യം തരണേന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഉറങ്ങാത്ത രാത്രികളുണ്ടായിരുന്നു. ഞാൻ എൻ്റെ സങ്കടം ആരത്തും ഞാൻ പറഞ്ഞില്ല. എൻ്റെ അമ്മ കൃപാസന മാതാവിനോട് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ ഉറങ്ങാത്ത രാത്രികളിൽ. അപ്പം മാതാവ് ഒരു ദിവസമാണെങ്കിൽ എല്ലാവരും ഉറങ്ങിയാലും എനിക്ക് ഉറക്കം വരത്തില്ല. അന്നേരം ഞാനിങ്ങനെ കിടക്കുമായിരുന്നു. അപ്പം മെഴുകുതിരിയുടെ ഒരു വെളിച്ചം കണക്ക് എൻ്റെ റൂമിൽ വന്ന് മാതാവ്. അപ്പോൾ എനിക്ക് വിശ്വാസം മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന്. അത് കണക്ക് എന്നെ മെഴുകുതിരിയിൽ കൈ വിരിച്ചിരിക്കുന്ന ഈശോ, പിന്നെ പൂവ്, ഹൃദയത്തിൻ്റെ ആകൃതി, ഒത്തിരി അടയാളങ്ങൾ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ മാതാവിൻ്റെ രൂപം തെളിഞ്ഞു വന്നു. അപ്പം ഞാൻ വിശ്വസിച്ച് മാതാവ് കൂടെ ഉണ്ട്, കൈവിടത്തില്ല. അങ്ങനെ ഉറച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ ഞങ്ങൾക്ക് രോഗസൗഖ്യം ഉണ്ടായി. പിന്നെ ആത്മീയമായി ഒത്തിരി വളരാൻ സാധിച്ചു, ഒത്തിരി പ്രാർത്ഥിക്കാൻ സാധിച്ചു. പിന്നെ ക്ഷമ എന്ന് എല്ലാവരും എൻ്റെ അടുത്ത് ആരെന്ത് പറഞ്ഞാലും അവർക്ക് വേണ്ടി എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റി, ക്ഷമിക്കാൻ പറ്റി. പിന്നെ പത്രമാണെങ്കിൽ എല്ലാം പ്രാർത്ഥിച്ചാണ്ട് എല്ലാവർക്കും പെട്ടെന്ന് അങ്ങ് കൊടുത്തു തീർക്കുമല്ല. ഉടമ്പടി തൈലം ഇട്ട് പ്രാർത്ഥിച്ച് ഓട്ടോ സ്റ്റാൻഡിലായാലും ചേട്ടന്മാരോട് പറഞ്ഞും പിന്നെ ബസ് സ്റ്റോപ്പിലിരിക്കുന്നവർക്കും എല്ലായിടത്തും പറഞ്ഞ് എല്ലാമാണ് ഞങ്ങൾ പത്രം കൊടുക്കുന്നത്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് പൊതിച്ചോറ് കൊടുക്കുമായിരുന്നു. ഈ അസുഖം വരുന്നതിന് മുമ്പേ ക്യാൻസർ പേഷ്യൻസിനെല്ലാം ആശുപത്രിയിൽ പോയി പറഞ്ഞ് പത്രവും കൊടുത്ത് എണ്ണയൊക്കെ ഇട്ട് അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു, പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമായിരുന്നു, കാരുണ്യ പ്രവൃത്തി ചെയ്യുമായിരുന്നു. ആത്മീയ ജീവിതത്തിൽ ഒത്തിരി മുന്നേറാൻ സാധിച്ചു. ജപമാല ചൊല്ലുകയും പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട്. ഞങ്ങൾക്ക് ഇപ്പോൾ ഈ അസുഖം വന്ന് ഞങ്ങളുടെ കാര്യം മാത്രമല്ല പ്രാർത്ഥിച്ച, മറ്റുള്ളവർക്ക് വേണ്ടി അവിടെ ചെല്ലുമ്പോൾ ഓരോ രോഗികളെ കാണുമ്പോഴും എനിക്ക് ഞാൻ മാത്രമായിരിക്കും അവിടെ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിച്ചു. ഈ അവിടെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് കിടക്കുമ്പോൾ ഈ ഹസ്ബൻഡും കിടന്ന് ഉറങ്ങും. രാത്രി ഞാനാണെങ്കിൽ അവർക്കും മറ്റുള്ളവരുടെ കരച്ചിലും അതും ഇതും കേട്ട് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിച്ചു. എനിക്ക് എല്ലാത്തിനും ഇന്നോളം ഈ നിമിഷം വരെ ഞങ്ങൾ ചേർത്ത് പിടിച്ച് എല്ലാവർക്കും പ്രാർത്ഥിച്ചതിന്, ഞങ്ങൾ കൂടെ നിർത്തിയതിന് എല്ലാത്തിനും നന്ദി പറയുന്നു. ഇനിയും ഈ ഉടമ്പടിയിലായിരിക്കും ഞാനും എൻ്റെ കുടുംബവും അമ്മയുടെ ഉടമ്പടിയിലായിരിക്കും എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും 1000 നന്ദി. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം 31-ാം വചനമാണ്. ഈ കുടുംബം മുഴുവൻ ഉടമ്പടിയിലാണ്. ഇന്ന് കൈക്കുഞ്ഞുമായിട്ടാണ് പരിശുദ്ധാമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായിട്ട് അക്രൈസ്തവ കുടുംബമാണ്. പക്ഷെങ്കിൽ ഈശോയിലും അമ്മയിലുമുള്ള സ്നേഹമാണ് അവരെ കൂടുതൽ അടുപ്പിക്കുകയും അവരെല്ലാ അനുഗ്രഹങ്ങളും ഈശോയിൽ നിന്ന് ലഭിക്കുകയും ചെയ്തത് അവരുടെ വിശ്വാസമാണ്. മത്തായിയുടെ സുവിശേഷം 21-22 പറയുന്നത് പോലെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ്. ഈ മക്കൾ വിശ്വാസത്തോടെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് പ്രാർത്ഥിച്ചതെല്ലാം ദൈവം അനുഗ്രഹിച്ച് വാരിക്കോരി ഇവരെ സഹായിച്ചത്. അവനെ വിശ്വസിക്കുന്ന ഒരുവനെ ലജ്ജിക്കേണ്ടി വരികയില്ല എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10:11 പറയുന്നത്.
ഉടമ്പടിയിലായിരിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ നമുക്കൊരിക്കലും ലജ്ജിക്കേണ്ടി വരത്തില്ല. കാരണം ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ദൈവത്തിൽ ആശ്രയിച്ച് അവിടുത്തെ ശക്തി പ്രാപിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരാൻ ആത്മധൈര്യത്തോടെ ഈശോയുടെ അമ്മയുടെ സാന്നിധ്യത്തോടെ ചിറകടിച്ചുയരാനുള്ള അനുഗ്രഹത്തിനായിട്ടും ഓടിയാലും ക്ഷീണിക്കാത്ത, നടന്നാലും തളരാത്ത ആ പ്രസൻസിന് വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ തളരുകയില്ല, ക്ഷീണിക്കുകയില്ല, വിഷമിക്കുകയില്ല. ആ സാന്നിധ്യത്തിന് വേണ്ടി നമുക്കും ആ ദൈവാനുഭവം ലഭിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ലക്ഷ്മിക്കും മഞ്ജുവിനും മായയ്ക്കും ഈ മുഴുവൻ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ആദ്യമായി തന്നെ എൻ്റെ പൊന്നീശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് നിമിഷ ഫ്രാൻസിസ്. ഞാൻ വരുന്നത് കർണാടകയിലെ ബെൽത്തങ്ങാടി രൂപതയിൽ നിന്നാണ്. എൻ്റെ ഇടവക എന്ന് പറഞ്ഞാൽ സെൻറ്റ് മേരീസ് പള്ളിയാണ്, മുതൂർ എന്ന് പറഞ്ഞ ഇടവകയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ ആദ്യമായിട്ട് തന്നെ ഉടമ്പടി എടുത്തത് 2024 ജനുവരി 17 അത് എടുക്കാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യമായിട്ട് OET എഴുതുന്ന സമയത്താണ് ഈ ഉടമ്പടിയെ പറ്റി എൻ്റെ ഒരു അടുത്തുള്ളൊരു ചേച്ചി എന്നോട് പറയുന്നത്, മോളെ നീ എക്സാം എഴുതുന്നതിന് മുമ്പ് നീ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്ക്, അപ്പം നിനക്ക് ഉറപ്പായിട്ടും അതിനകത്ത് വിജയം കിട്ടും എന്നാണ് ആ ചേച്ചി എന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ കൃപാസനത്തെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും അത് എന്നെ അടുത്ത കാര്യങ്ങൾ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അത് കൃത്യമായിട്ടൊന്നും ഞാൻ നോക്കുന്നില്ലായിരുന്നു. സാക്ഷ്യങ്ങളൊക്കെ വരുമ്പോഴും ഞാൻ അത് അത്ര ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് പിന്നെ യൂട്യൂബ് ഓപ്പൺ ആക്കി ഞാൻ നോക്കി എങ്ങനെ എന്നാ കൃപാസനം, അവിടെ എന്നാ കാര്യങ്ങൾ നടക്കുന്നതെന്നെല്ലാം ഞാൻ നോക്കി പഠിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്ന ഒരാൾ ഇതൊക്കെയാണ് ഫോളോ ചെയ്ത് ജീവിക്കേണ്ടതെന്ന് മനസ്സിലായി. അങ്ങനെ അപ്പം ഞാൻ ആ സമയത്ത് OET എക്സാം എഴുതുന്ന സമയത്ത് എനിക്ക് ഉടമ്പടി എടുക്കാൻ സാധിച്ചില്ല. എക്സാമിന് ഞാൻ ഫെയിലായി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എനിക്കൊരു 2 മാസം കൂടെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാനിങ്ങനെ ജനുവരിയിലാണ് വന്നിട്ട് ഉടമ്പടി എടുക്കുന്നത്. അപ്പം എനിക്ക് OETക്ക് അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു നല്ല ജോലി കിട്ടണം. എല്ലാവരും പുറത്തേക്ക് പോവുകയാണ് ഓരോരോ ജോലിക്ക്, എനിക്ക് മാത്രം പോകാൻ പറ്റുന്നില്ല. എൻ്റെ ഫ്രണ്ട്സ് ഞാൻ മാത്രമാണ് ബാക്കിയുള്ളത്, ബാക്കി എല്ലാവരും വിദേശത്താണ്, നല്ല സാലറിയും അങ്ങനെ. അപ്പോൾ അവരൊക്കെ OET എഴുതിയും അല്ലാതെ എക്സാം എഴുതിയും നല്ല മാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി, കാരണം എനിക്ക് മാത്രം ഒന്നും കിട്ടുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട്. അങ്ങനെയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അപ്പോൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഞാനും മാതാവിനോടും ഈശോയോടും പറഞ്ഞു, എന്നെ ഈശോയുടെ ഹിതം എന്നാണോ അത് മാത്രമേ എനിക്ക് നിറവേറിയാൻ മതി എൻ്റെ ലൈഫിൽ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഈ എവിടെ ജോലി ചെയ്യണം, എന്ത് ചെയ്യേണ്ടതെന്നൊന്നും എനിക്കൊരു അറിവില്ല, ഏത് എക്സാം എഴുതണമെന്ന്. അതുമല്ല, എനിക്ക് എക്സാം എഴുതുമ്പോൾ ഞാൻ ഗവൺമെൻറ് എക്സാമൊക്കെ ഒത്തിരി എഴുതിയിട്ടുണ്ട്. ഞാനാണ് പറയാൻ മറന്നുപോയി, ഞാൻ ബേസിക്കലി BSc നേഴ്സാണ്. അപ്പം ഗവൺമെൻറ് എക്സാമൊക്കെ എഴുതിയിട്ട് എനിക്ക് കിട്ടിയില്ല. അന്നേരം എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോൺസെൻട്രേഷൻ ഇല്ല എക്സാം എഴുതണമെങ്കിൽ. എന്ത് കാര്യങ്ങളും പഠിച്ചാലും അത് മറന്നു പോകുന്നൊരവസ്ഥയായിരുന്നു. എന്നിട്ട് ഒരു രീതിയിലും, പക്ഷേ ചെറുതിലേക്ക് നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ ആദ്യം എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്ക് കിട്ടുമെന്ന്. അപ്പോൾ എക്സാം എഴുതി കഴിഞ്ഞാണ് മനസ്സിലായി ഒരിക്കലും കിട്ടാൻ ചാൻസ് ഇല്ല എനിക്കെന്ന്. കാരണം ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഈശോയോട് ഒരു ദിവസം പറഞ്ഞു, എൻ്റെ ഈശോയെ എക്സാം ഒന്നും ഇല്ലാതെ എനിക്കൊരു ജോലി കിട്ടുമോ? അതുപോലെ തന്നെ ചിലർ ഇസ്രയേലിന് പോകും അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർവീസ് ചാർജ് നന്നായിട്ടുണ്ട്. അപ്പോൾ അത്രയും പൈസ എടുക്കാനുള്ളൊരു സ്ഥിതിയിലായിരുന്നില്ല ഞാൻ. അപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, എക്സാം ഇല്ലാണ്ട് സർവീസ് ചാർജൊക്കെ ഇല്ലാണ്ട് അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിൽ എനിക്ക് പോകാൻ പറ്റുമോ? അപ്പോൾ എനിക്ക് തന്നെ ചിരി വന്നു. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ എന്ത് പൊട്ടത്തരാ പറയുന്നത്, ഈ കാലത്ത് അങ്ങനെ പോകാൻ പറ്റുമോ? അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഞാൻ ഉടമ്പടി ഓൺലൈനിൽ പുതുക്കുന്നുണ്ടായിരുന്നു. മുംബൈയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഓൺലൈനിൽ പുതുക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ഒരു ദിവസം എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് എന്നോട് പറയാം, നിമിഷ നിനക്ക് പുറത്തേക്ക് പോകാൻ താല്പര്യമുണ്ടോ? അപ്പോൾ ഇറാഖിൽ നിന്നൊരു വേക്കൻസി വരുന്നുണ്ട്, ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആണ്, അവിടുത്തെ HR ആണ് ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ എനിക്കൊരു വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, ചുമ്മാ തട്ടിപ്പായിരിക്കും, അതിനൊന്നും നോക്കണ്ടെന്ന് പറഞ്ഞു. അല്ല, അപ്പോൾ അവർ ഒന്ന് സീരിയസ് ആയിട്ടാണ് CV അയച്ചു തരാൻ പറഞ്ഞു. അവർ പറഞ്ഞു, നീ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, ഇൻ്റർവ്യൂ പാസ്സായി. അപ്പോൾ അവർ പറഞ്ഞു, എക്സാം ഇല്ല, സർവീസ് ചാർജ് ഒന്നുമില്ല, ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്, പോകാൻ താല്പര്യമുണ്ടോ? ഇറാഖ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ടെൻഷനാകും കേൾക്കുമ്പോൾ, അതുകൊണ്ട് വീട്ടുകാരോടൊക്കെ സംസാരിക്കാദ്യം, അവർ പറയുന്നതനുസരിച്ച് പിന്നെ മാറ്റാനില്ല എന്ന് പറഞ്ഞു.
അപ്പം എല്ലാവരോടും, കാരണം എവിടെയെങ്കിലും ഒന്ന് പോയി എനിക്ക് രക്ഷപ്പെടണം, എൻ്റെ വീട്ടുകാരെ രക്ഷിക്കണം, എല്ലാവരെ പോലും ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലായിരുന്നു ഞാൻ. അങ്ങനെ അപ്പം വീട്ടുകാരോട് ചോദിക്കാനൊന്നും നിന്നില്ല, അവർ സമ്മതിക്കും, അവരെങ്ങനെ സമ്മതിപ്പിക്കാമെന്ന് ഓർത്ത് ഓക്കെ പറഞ്ഞു. അതിൻ്റെ പ്രോസസ്സിങ് എല്ലാം പെട്ടെന്ന് തന്നെ നടന്നു. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് 24 hour റിസൈൻ ഇടേണ്ടി വന്നു. എന്നിട്ട് ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലാണ് അന്നേരവും. അങ്ങനെ ഞാൻ അപ്പോൾ എനിക്കൊരു ഡൗട്ട് വന്നു. അപ്പം ഇത് മാതാവ് തന്നെ തരുന്നതാണോ എന്ന് അങ്ങനെ ഒരു മനസ്സിൽ ഡൗട്ട് അടിച്ചു. അതുകൊണ്ട് തന്നെയാണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഒത്തിരി പരീക്ഷണങ്ങൾ നമുക്ക് നേരിടുമെന്ന് പറയുമല്ലോ. എങ്ങനെയാണെങ്കിലും അത് പോകാൻ ലാസ്റ്റ് മുംബൈയിലായിരുന്നു ഫ്ലൈറ്റ്, കൊച്ചിയിൽ നിന്ന് മുംബൈയിലേക്കായിരുന്നു. അവിടെ വരെ മുംബൈ വരെ ഞാൻ എത്തി കൊച്ചിയിൽ നിന്ന്. പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല. എൻ്റെ ഒരു പാസ്പോർട്ടിൻ്റെ ഒരു ചെറിയ പ്രശ്നം, അത് അത്രയും കാര്യങ്ങൾ ഞാൻ എടുത്തു വെച്ച് നോക്കിക്കൊണ്ടിരുന്നു. എനിക്ക് ആ പാസ്പോർട്ടിൻ്റെ പ്രശ്നം കണ്ടെത്താൻ പറ്റിയില്ല. അതിൻ്റെ ഒരു ഡേറ്റിൻ്റെ ഒരു പ്രശ്നം വന്നു. 6 month കറക്റ്റ് വേണമായിരുന്നു വാലിഡിറ്റി അങ്ങോട്ട് പോകണമെങ്കിൽ. എനിക്ക് വാലിഡിറ്റി കഴിയാറായിരുന്നു. അത് ഞാൻ ശ്രദ്ധിച്ചില്ല. അത് മാതാവ് മനഃപൂർവ്വം കാണിച്ചു തരാത്തതെന്നാണ് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നത്. അങ്ങനെ എന്നിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. എല്ലാവരും എൻ്റെ കൂടെ ഉള്ളവർ, ഞങ്ങൾ 7 പേരുണ്ടായിരുന്നു. 7 പേരും കയറിപ്പോയി, ഞാൻ മാത്രം ബാക്കിയായി. അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമമായി. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്ന വിട്ടില്ല ഒരിക്കലും. എനിക്കറിയാം എൻ്റെ ഈശോ എനിക്ക് എന്നാലും ചെയ്തു തരും, എന്നെ അങ്ങനെ കൈവിടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഒരിക്കലും എൻ്റെ പ്രാർത്ഥനയോ ഞാൻ ഈശോ തള്ളിപ്പറയോ ഒന്നും ചെയ്തില്ല. ഇത് ഈശോ തന്ന ഒരു സഹനമാണ്, ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറായി. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. നാട്ടുകാരുടെയൊക്കെ മുന്നിൽ നാണം കിട്ടും ഒത്തിരി. എല്ലാവരും ചോദിച്ചു, നീ അല്ലാണ്ട് പിന്നെ ഇങ്ങനെ പോകുമോ, ഇറാഖിലേക്ക് ആരെങ്കിലും പോവോ, അങ്ങനെയൊക്കെ ഒത്തിരി കേട്ടു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഉറപ്പ് തീരുമാനിച്ചു, ഞാൻ എന്നാളും വന്നിട്ട് ഉടമ്പടി പുതുക്കും, തീർത്ഥാടന ഉടമ്പടി ഇവിടെ വന്ന് എടുക്കും, എനിക്ക് മാതാവ് സാക്ഷ്യം പറയാൻ പറ്റും. അപ്പോൾ ഞാൻ അന്നേ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പോകുന്ന സമയത്ത് ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടേ പോകുള്ളൂ എന്ന്. അങ്ങനെ രണ്ടാമത് ഞാൻ ഇവിടെ വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു. മാർച്ച് 11, 2026 പിന്നെ ഞാൻ എടുത്തത്. ആ സമയത്ത് അപ്പോൾ എനിക്ക് മനസ്സിലൊരു ഉള്ളിലുണ്ട്, ഇനി ഇത്ര പെട്ടെന്ന് മാതാവ് എവിടെ നിന്ന് എനിക്ക് ആക്കി തരും. അപ്പോൾ എൻ്റെ കൂടെ പോകാനിരിക്കുന്നവരെല്ലാം പോയവരൊക്കെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ വിഷമിക്കേണ്ട ആകും എന്നൊക്കെ ഉള്ളതിൽ. പക്ഷേ നമുക്ക് അന്നേരം ഈശോയും മാതാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഈശോ ഒന്ന് സഹായിക്കുമല്ലോ. നമ്മുടെ ഫ്രണ്ട്സിലൂടെയാണ് എനിക്ക് എൻ്റെ ഈശോ എന്നെ സഹായിച്ചത് ഒത്തിരി. എനിക്ക് പോകാതിരുമ്പോൾ മെൻ്റൽ സപ്പോർട്ടാണെങ്കിലും ഫൈനാൻഷ്യൽ സപ്പോർട്ടാണെങ്കിലും അവരിലൂടെ ഈശോ എന്നെ പൊന്നുപോലെ എൻ്റെ ഉള്ളം കയ്യിൽ ഈശോ എന്നെ നോക്കിയെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എനിക്കൊരു ബുദ്ധിമുട്ടും വന്നില്ല. ശരിയാണ്, സഹനങ്ങൾ കുറച്ച് വന്നു, അത് എനിക്ക് തരണം ചെയ്യാനുള്ള ശക്തി എനിക്ക് എൻ്റെ ഈശോ തന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഈ ഉടമ്പടി എടുത്ത് ഈ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞ അവരുടെ ഒരു വലിയ കമ്പനിയാണ് അത്, GST എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയാണ്. അപ്പോൾ ആ കമ്പനി എനിക്ക് ഓഫർ ചെയ്തേക്കുന്നത് ഇനി അടുത്ത ലിബിയയിലേക്കാണ്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ് എല്ലാം പെട്ടെന്ന് ഒരു 15 daysനുള്ളിൽ എല്ലാം നടന്നു. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ആരും വിചാരിക്കാത്ത രീതിയിലുള്ള അവിടെ അക്കോമഡേഷൻ ആണെങ്കിലും ഫെസിലിറ്റീസ് ആണെങ്കിലും ആരും വിചാരിക്കാത്ത രീതിയിലാണ്. കാരണം എക്സാം ഇല്ല, സർവീസ് ചാർജ് ഇല്ല, ഒരു 5 star ഹോട്ടൽ ഫെസിലിറ്റിയാണ് ഞങ്ങൾക്ക് അവിടെ തരുന്നത് അവർ. ഇപ്പം ഞാൻ ലിബിയയിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ഇന്ന് വൈകിട്ടാണ് എൻ്റെ ഫ്ലൈറ്റ്, ഇന്ന് 8 മണിക്കാണ് എനിക്ക് ഫ്ലൈറ്റ്. അപ്പം ഞാനിവിടെ മാതാവിനോട് പറഞ്ഞായിരുന്നു ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടാണ് ഞാൻ പോകുള്ളൂ എന്ന്. അങ്ങനെയാണ് എനിക്ക് ഇപ്പം ഞാൻ വന്നിവിടെ സാക്ഷ്യം വന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ മാതാവ് ഈശോയെ എനിക്ക് തന്നേക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഞാൻ പോകാനിരുന്നത് അങ്ങോട്ടാണെങ്കിൽ ആ സ്ഥലത്തേക്കാളും നല്ല സ്ഥലവും നല്ല ഫെസിലിറ്റിയാണ് എനിക്ക് തന്നേക്കുന്നത്. അപ്പം നമ്മൾ ഓർക്കും ഓരോ പ്രാവശ്യം നമ്മൾ ആഗ്രഹിച്ച കാര്യം നടക്കാതിരിക്കുമ്പോൾ നമ്മൾ ഓർക്കും അയ്യോ ഈശോ നമ്മളെ കൈവിട്ടു എന്ന്. അങ്ങനെയല്ല, ഈശോ നമ്മളെ അതിലും കൂടുതൽ കാര്യങ്ങൾക്ക് വേണ്ടി ഈശോ ഒരുക്കുന്നതാണ് നമ്മളെ. അപ്പോൾ ആ ചെറിയ സഹനത്തിലൂടെ കടത്തി വിട്ടിട്ട് നമുക്ക് അതിലും വലിയ നല്ല കാര്യങ്ങൾ ചെയ്തു തരാനാണ് ഈശോ നമ്മളെ അത്രമാത്രം എന്താ പറയുക ചേർത്ത്. ഈശോ നമ്മുടെ കൂടെ ഉണ്ട്, നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ. നമ്മുടെ സഹനത്തിൻ്റെ സമയത്ത് ഈശോ നമ്മളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. എനിക്കിവിടെ ഒന്ന് സാക്ഷ്യം പറയാൻ പറ്റി. കൃത്യം 3 മാസം 90 ദിവസം ആയപ്പോൾ തന്നെ എനിക്ക് എൻ്റെ സാക്ഷി ഇവിടെ വന്ന് പറയാൻ പറ്റി. ഞാനിന്ന് പോവുകയാണ്, എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ഞാൻ ചെയ്ത കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അനാഥാലയം ഉണ്ടായിരുന്നു, അവിടെ പോയിട്ട് രോഗികളോട് സംസാരിക്കുക, അവരെ ശുശ്രൂഷിക്കുക, അവിടെ ഡ്രസ്സ് വാഷ് ചെയ്ത് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് മേടിച്ച് കൊടുക്കൽ, അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്നെ പറ്റുന്ന പോലെ തന്നെ ഞാൻ അവരുടെ അക്കൗണ്ടിലേക്ക് അതെല്ലാം നടത്തുന്ന ആളെ എനിക്ക് നല്ല പരിചയമുണ്ട്. അപ്പോൾ പുള്ളിക്കാരുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കൊടുക്കുകയും അങ്ങനെയൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ നേർച്ച വസ്തുക്കളുടെ ഉപയോഗം എന്ന് പറഞ്ഞാൽ എനിക്ക് വേറൊരു സെഷൻ എന്ന് പറഞ്ഞാൽ എനിക്കൊരു രോഗശാന്തി കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ആഫ്റ്റർ ഡെലിവറി എനിക്ക് കുറച്ച് പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു, മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ ആകെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പം
ഞാൻ എന്നും തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്താണെങ്കിൽ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ മെഡിസിൻസ് ഒന്നും ഇല്ലാണ്ട് എനിക്ക് അസുഖങ്ങളെല്ലാം ഒന്ന് ഭേദമാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ആ സമയത്ത് എനിക്ക് ഒരു മെഡിസിനും ഇല്ലാണ്ട് എൻ്റെ മാതാവ് അസുഖം എന്നെ പൂർണ്ണമായിട്ട് എനിക്ക് സൗഖ്യം തന്നു. അതുപോലെ തന്നെ എൻ്റെ കയ്യിലൊരു അലമ്പാറ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ട് ഞാൻ നേർച്ച വസ്തു ഉപയോഗിക്കുന്ന പരിശുദ്ധ തൈലം ഉപയോഗിക്കുന്ന എൻ്റെ കയ്യിലാണ്. അത് വളർന്നു വന്നുകൊണ്ടിരിക്കുമായിരുന്നു, അത് പോകുന്നില്ലായിരുന്നു. ആ സമയത്ത് അത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് അത് പൊഴിഞ്ഞു പോകുന്ന പോലെ പോവുകയോ ചെയ്തേ, ചെറിയ പാട് മാത്രമേ ഉള്ളൂ. പിന്നെ നേർച്ച വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിനും ഞങ്ങളുടെ വീട്ടിൽ എന്ത് പ്രശ്നങ്ങൾ കുഞ്ഞിനൊക്കെ വന്നാലും നമുക്ക് വന്നാലും നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നേർച്ച വസ്തുവാണ് ഉപയോഗിക്കുന്നത്. അപ്പം കുഞ്ഞിന് വയറുവേദന വരുമ്പോൾ അങ്ങനെയൊക്കെയാണ് കുഞ്ഞ് പറയും, മമ്മി അത് നേർച്ച വസ്തു ഉപ്പ് താന്ന് പറയും. അങ്ങനെ അത് വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് കുറഞ്ഞിട്ടുണ്ട് ഒത്തിരി പ്രാവശ്യം. ആത്മീയമായിട്ട് വളർന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് കുമ്പസാരിക്കുന്നതൊക്കെ 2 വീക്കും ചിലപ്പോൾ ഒരാഴ്ചയിലൊക്കെ ഞാൻ കുമ്പസാരിക്കാൻ തുടങ്ങി. നമുക്ക് പള്ളിയിലൊന്നും പോകാൻ പറ്റുമായിരുന്നു. ഞാൻ അവിടെ മുംബൈ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്. അപ്പോൾ എനിക്ക് ആദ്യമൊക്കെ പള്ളി പോകാനൊക്കെ മടിയുണ്ടായിരുന്നു ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ്. അപ്പം ഈ എന്തെങ്കിലും ചെറിയ അസുഖം വന്നാൽ ഇന്ന് പോകണ്ട അങ്ങനെ പറയായിരുന്നു. അപ്പം പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയല്ല, ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ പള്ളിയിലൊന്നും പോകണമെന്നൊരു തീഷ്ണത ഉണ്ടായി. അപ്പം സുഖമില്ലെങ്കിലും മഴയാണെങ്കിലും ഒക്കെ അതൊന്നും വകവയ്ക്കാണ്ട് പള്ളിയിൽ പോകാൻ തുടങ്ങി. അതുപോലെ തന്നെ കുമ്പസാരം കറക്റ്റായിട്ട് കുമ്പസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാവങ്ങളെല്ലാം എഴുതി വെച്ചിട്ട് കുമ്പസാരിക്കുന്ന ഒരു ഹാബിറ്റ് തുടങ്ങി. അപ്പോൾ ചെറിയ പാവം ഉണ്ടെങ്കിലും നമുക്ക് കുർബാന സ്വീകരിക്കാൻ പേടിയാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ പോയിട്ട് കുമ്പസാരിക്കും. അങ്ങനെ വിശുദ്ധ കുർബാനയോടും അതുപോലെ തന്നെ കൊന്ത ചെല്ലുന്നതിനും എല്ലാത്തിനും ദൈവം എനിക്കൊരു അനുഗ്രഹം തന്നു. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്രം കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് ഓട്ടോ സ്റ്റാൻഡുകളിലൊക്കെ ആയിരുന്നു. മുംബൈയിൽ നിന്നൊക്കെ പറഞ്ഞാൽ പോയിട്ട് പത്രം കൊടുക്കാൻ നല്ല പേടിയുണ്ടായിരുന്നു എനിക്ക് ആദ്യം. കാരണം അവിടെ അവർ നമ്മളെ എങ്ങനെയും ഏത് രീതിയിൽ അവർ ആൻസർ പറയുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ പക്ഷേ ഞാനങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ആദ്യം പത്രത്തെ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഓരോ കൊടുക്കുന്ന ആൾക്കാരെ ഞാൻ സമർപ്പിക്കും മാതാവിൻ്റെ അടുത്ത്. എന്നിലൂടെ അവർക്കൊരു ഈശോയെ കിട്ടണേന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് പത്രം കൊടുത്തുകൊണ്ടിരുന്നത്. അവരുടെ അടുത്ത് ചെന്ന് പറഞ്ഞു കൊടുക്കും, ഇതിങ്ങനെ ഞങ്ങളുടെ കേരളത്തിലുള്ള പള്ളിയാണ്, അപ്പം ഇങ്ങനെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ സാധിച്ചു കിട്ടിയിട്ടുണ്ട്, നിങ്ങളും പ്രാർത്ഥിക്കുക, ഈശോയെപ്പറ്റി അറിയുക എന്നൊക്കെ അവരോട് പറയും. ഈശോ ആരാ, മാതാവ് ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടതാണെന്ന് എല്ലാം പറഞ്ഞിട്ടാണ് അവരുടെ അടുത്ത് ഞാൻ പത്രം കൊടുത്തുകൊണ്ടിരുന്നത്. ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മ എനിക്ക് മധ്യസ്ഥം ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറയുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന, ഹാവേ മരിയ. ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 1-ാം തിരുവചനം. ഞാൻ എൻ്റെ കാവൽ ഗോപുരത്തിൽ നിലയുറപ്പിക്കും. അവിടുന്ന് എന്നോട് എന്തു പറയുമെന്നും എൻ്റെ ആവലാതിയെക്കുറിച്ച് അവിടുന്ന് എന്തു മറുപടി നൽകുമെന്നും അറിയാൻ ഞാൻ കാത്തിരിക്കുന്നു. നിമിഷ എന്ന ഈ മകളുടെ എയർലിഫ്റ്റഡ് സാക്ഷ്യമാണ് നമ്മളിപ്പോൾ ഇവിടെ നിമിഷ ഏറ്റുപറഞ്ഞത്. ദൈവഹിതം നിറവേറട്ടെ എന്നുള്ള വലിയ പ്രാർത്ഥനയോടെയാണ് ഉടമ്പടി ജീവിതം ആരംഭിക്കുന്നതും അവിടുന്ന് എനിക്ക് വേണ്ടി എന്ത് നിശ്ചയിക്കുന്നു അത് പറയാനാണ് ഹബക്കൂക്ക് പ്രവാചകനെ പോലെ നിമിഷ കാത്തിരുന്നതെന്ന് പറയുന്നു. എക്സാം ഇല്ലാതെ എനിക്കൊരു ജോലി തരുമോ എന്ന് ഈശോയോട് വളരെ ആത്മാർത്ഥമായി ചോദിച്ചൊരു ചോദ്യമാണ്. എനിക്കെൻ്റെ കുടുംബത്തെ രക്ഷിക്കാനായി അവിടുന്ന് എനിക്കൊരു ജോലി തരണം. പരിശുദ്ധ അമ്മയോട് വളരെ ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥന നടത്തി ഈശോയോട് എൻ്റെ കാര്യമൊന്ന് പറയണം. 90 ദിവസത്തിന് മുൻപ് തന്നെ ഇന്ന് വൈകിട്ട് ലിബിയയിലേക്ക് പോകുന്ന വിസയും ടിക്കറ്റുമായിട്ടാണ് ഇന്ന് മകളെ അൾത്താരയിൽ നിൽക്കുന്നത്. അതിനിടയിൽ മകൾക്ക് ലഭിച്ച എല്ലാ സഹനങ്ങളും ഏറ്റെടുക്കാനുള്ള കൃപ ലഭിച്ചുവെന്ന് മകൾ ഏറ്റുപറയുന്നു. ഈശോയുടെ സഹനങ്ങളോട് എൻ്റെ ചെറിയ നാണക്കേട്, എനിക്ക് വരുന്ന എന്നെ ഒറ്റപ്പെടുത്തിയത് എല്ലാം ഞാൻ ഈശോയ്ക്ക് കാഴ്ചവെക്കാൻ മറക്കാതെ കൃത്യമായ വിശ്വസ്തയോടെ അണുവിട തെറ്റാതെ ഉടമ്പടി പാലിച്ചതിൻ്റെ ഒരു വലിയ സമ്മാനമായിട്ട് ഇന്ന് ഈ മകളിവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന സമാനമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുന്ന ജോലിയില്ലാത്ത, സങ്കടങ്ങൾ അനുഭവിക്കുന്ന, അതുപോലെ വിസ പ്രോസസ്സിങ് നടക്കാത്ത പലരും കാത്തിരിക്കുന്ന എല്ലാവരെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് നിമിഷയ്ക്കും കുടുംബത്തിനും പറയാൻ എനിക്ക് ഭാഗ്യം തന്ന പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ എല്ലാമായി എൻ്റെ ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ആദ്യം തന്നെ തിരുവൾത്താരയിൽ കയറുന്നതിന് കാല് കുത്തുന്നതിന് മുൻപ് തന്നെ വലിയൊരു രോഗസൗഖ്യം എനിക്ക് കിട്ടിയിരുന്നു. ആരും പറയാതെ തന്നെ യൂട്യൂബ് വഴി കണ്ടിട്ടുള്ള സാക്ഷ്യങ്ങൾ വഴി വളരെയധികം വിശ്വാസത്തിലാണ് ഞാൻ ജീവിച്ചിരുന്നത്. ഒരു ദിവസം എക്സിമ എന്നുള്ള അസുഖം മാറി
പരിപൂർണ രോഗസൗഖ്യം കിട്ടിയ ഒരാൾ സാക്ഷ്യം പറയുന്നത് ഞാൻ കേട്ടു. അയാളുടെ സാക്ഷ്യത്തിനോടൊപ്പം തന്നെ ഞാനും എൻ്റെ കാലിൽ എക്സിമ എന്നുള്ള അസുഖം മാറുന്നതിന് വേണ്ടി ഞാൻ ശക്തമായി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ എനിക്ക് ആ പ്രാർത്ഥന ഈശോൻ്റെ അടുത്ത് എത്തി എന്നൊരു ഫീലിംഗ് എൻ്റെ മനസ്സിൽ കിട്ടി. വളരെ വലിയ റിലീഫ്, ഭയങ്കര ഒരു സന്തോഷം മനസ്സിൽ തോന്നി. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ 25 വർഷം പഴക്കമുള്ള എൻ്റെ കാൽപാദത്തിൻ്റെ അടിയിൽ എക്സിമയുടെ ഒരു പപ്പടത്തിൻ്റെ വട്ടത്തിൽ സ്കിൻ ഭയങ്കര വൃത്തികേട് തോന്നുന്ന രീതിയിൽ എക്സിമയുടെ ഒരു അസുഖം ഉണ്ടായിരുന്നു. അതൊരു 90% 25 വർഷത്തിന് ശേഷം നോർമൽ സ്കിന്നായിട്ട് ഞാൻ കണ്ടു. അതെനിക്ക് വളരെയധികം എൻ്റെ വിശ്വാസം കൂടുതൽ ആഴത്തിലാവാൻ എന്നെ സഹായിച്ചു. അതിനുശേഷമാണ് ഞാൻ കൃപാസനത്തിൽ കാലുകുത്തിയത്. കൃപാസനത്തിൽ കാലുകുത്തി മാതാവിൻ്റെ അടുത്ത് വരാനുള്ള വലിയ ആഗ്രഹത്തിൽ ഓടിയെത്തി. ഉടമ്പടി എടുക്കണമെന്നൊന്നും എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു ഉടമ്പടീനെക്കുറിച്ച്. പക്ഷേ ആ വന്ന ദിവസം തന്നെ അത്രയധികം കുറേ ദിവസങ്ങളോളം ഞാൻ ആഗ്രഹിച്ച് ഓടിയെത്തിയതാണ് കൃപാസനത്തിൽ. എന്നുവെച്ചാൽ വീട്ടിൽ നിന്ന് സപ്പോർട്ട് വളരെ കുറവായിരുന്നു. ഹസ്ബൻഡ് എന്നെ എല്ലാ നിലയ്ക്കും സൈലൻറ്റ് സപ്പോർട്ട് ഉണ്ടെങ്കിലും കൂടി ഈ കാര്യങ്ങളിലൊക്കെ ആൾ കുറച്ച് പിന്നിലായതുകൊണ്ട് എനിക്കെല്ലാം ഫ്രീഡം ഉണ്ട്, പക്ഷേ സപ്പോർട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ എത്തിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ആൾത്താരയിൽ വന്ന് കൃപാസനത്തിൽ മുട്ടെത്തിയ ദിവസം ഭയങ്കര സന്തോഷത്തിൻ്റെ ഒരു ദിവസമായിരുന്നു. അന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കാതെ ഞായറാഴ്ചകൾ ഉടമ്പടി തുടങ്ങിയ ദിവസമായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ഉടമ്പടി എടുത്തു. അങ്ങനെ ഉടമ്പടി എടുത്ത് 1 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു അലർജിയുടെ അസുഖം പരിപൂർണമായിട്ട് മാറി. 3 വർഷത്തോളം ഞാൻ ചികിത്സയും 2-3 ഡോക്ടേഴ്സിനെ കണ്ടു. അത് മാറില്ല. എല്ലാ ഓൾട്ടർനേറ്റ് ഡേയ്സിലും ഞാൻ ടാബ്ലറ്റ് കഴിക്കാറുണ്ടായിരുന്നു. അത് ഇപ്പോൾ കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാനൊരു ടാബ്ലറ്റ് പോലും കഴിച്ചിട്ടില്ല. ആ അസുഖവും പരിപൂർണമായി എന്നിൽ നിന്ന് മാറി കിട്ടി. അതുകൂടാതെ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ട്, ഇപ്പോൾ എനിക്ക് 62 വയസ്സുണ്ട്. കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ട് എപ്പോൾ കാറിൽ യാത്ര ചെയ്താലും ഛർദി അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്, ഗ്യാസിൻ്റെ പ്രോബ്ലം, പിന്നെ കാറിൽ നിവർന്ന് കിടക്കണം. ഞങ്ങളെപ്പോഴും യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. എന്നിട്ടും ഞാൻ ഈ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അതിനുവേണ്ടി ഒരു ചികിത്സയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം കഴിഞ്ഞ 2-2.5 വർഷമായിട്ട് ഈ അസുഖം ഞാൻ മറന്നുപോയി. പിന്നീടാണ് ഞാൻ ഓർത്തതോ ഈ അസുഖം എന്നെ വിട്ടു പോയാലോ. കഴിഞ്ഞ ഞാൻ ഛർദിയോ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ സുഖമായിട്ട് ഞാൻ കാർ യാത്ര ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഇതാണ് എൻ്റെ 3 വലിയ അനുഭവങ്ങൾ എനിക്കുണ്ടായത്. ഏറ്റവും കൂടുതൽ ഞാൻ അനുഭവിച്ചത് ഉടമ്പടി എടുത്ത അന്ന് തൊട്ട് ഈശോവും മാതാവും പരിപൂർണമായി എല്ലാ സമയവും നമ്മുടെ കൂടെ കട്ട സപ്പോർട്ടായിട്ടുണ്ടെന്ന് കുറേ അധികം ചെറിയതും വലുതുമായ അനുഭവങ്ങൾ എനിക്കുണ്ടായിരുന്നു. ഞാൻ ആരോടും എൻ്റെ അടുത്ത് വിശ്വാസം കുറവുള്ള ആൾക്കാരെ കണ്ടാൽ ഞാൻ ഭയങ്കര ആവേശപൂർവ്വം സംസാരിക്കുമായിരുന്നു എൻ്റെ അനുഭവങ്ങളെക്കുറിച്ച്. പിന്നെ എനിക്ക് 1 വർഷമായിട്ട് എൻ്റെ പ്രധാനപ്പെട്ട 2 നിയോഗങ്ങൾ ഒരു മാറ്റവും കാണാതായപ്പോൾ ഞാൻ ഒരു ദിവസം ഈശോൻ്റെ അടുത്ത് ഞാൻ പേഴ്സണൽ പ്രയേഴ്സ് കുറേ മണിക്കൂറുകളോളം ചെയ്യുന്ന ആളാണ്. എന്നുവെച്ചാൽ ഞാൻ നല്ല ഫ്രീ ആണ്, കുറേ ഫ്രീ ടൈമുള്ള ആളാണ്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ കുറേ അധികം സമയം ചിലവാക്കാറുണ്ട്. അപ്പോൾ ഒരു ദിവസം ഞാൻ 1 വർഷമായിട്ട് ഞാൻ ഉടമ്പടി നിർത്തിയാലോ ഒന്നും മാറ്റങ്ങളൊന്നും ഇല്ലല്ലോ എൻ്റെ നിരാശയോടെ ഞാൻ അന്ന് ഈശോൻ്റെ അടുത്ത് കുറേ അധികം പരിഭവം പറഞ്ഞൊരു ദിവസമായിരുന്നു. അന്ന് രാത്രി ഞാൻ ഭയങ്കര സങ്കടവും വിഷമവും നിരാശയൊക്കെ ആയിട്ട് രാത്രി ഡിന്നറൊക്കെ കഴിഞ്ഞ് കിടക്കാൻ പോയപ്പോൾ ബെഡിൽ കിടന്ന് കണ്ണടച്ച ഉടനെ ഈശോ എൻ്റെ അടുത്ത് വന്നു. അത് വരാമെന്ന് വെച്ചാൽ ദർശനം, വിഷൻ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടല്ലാതെ അതിനെക്കുറിച്ച് ഒന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ എൻ്റെ കണ്ണിൻ്റെ ഉള്ളിൽ ഞാൻ കണ്ണടച്ചപ്പോൾ സിനിമ പോലെ ഒരു ചോന്ന മേലെങ്കി ദൂരെ നിന്ന് നടന്ന് അങ്ങനെ നീങ്ങി എൻ്റെ അടുത്ത് വരുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ സൂര്യൻ ഉദിച്ച് തിളങ്ങുന്ന അത്രയും ശോഭയുള്ള ഈശോൻ്റെ മുഖം ഞാൻ കണ്ടോണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ അയ്യോ ഇത് ഈശോ അല്ലേ എന്ന് ഞാനിങ്ങനെ സ്വയം പറഞ്ഞു. അതിങ്ങനെ ഒരു 4-5 സെക്കൻഡ് ഈശോനെ ഞാൻ കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈശോനെ ഞാൻ കണ്ടില്ല. ചോന്ന മേലെങ്കിൽ ഇങ്ങനെ ദൂരെ ഇങ്ങനെ പോയി അത് മറഞ്ഞു പോയി. അന്ന് എനിക്ക് മനസ്സിലായി നീ വിഷമിക്കേണ്ട, ഞാൻ നിൻ്റെ അടുത്ത് വരുന്നുണ്ട്, എനിക്ക് വേണ്ടി കാത്തിരിക്കണം എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിൽ തോന്നി. അതുപോലെ തന്നെ വേറെ ദർശനങ്ങൾ, ഇങ്ങനെ ചെറിയ അനുഭവങ്ങളും ദർശനങ്ങളും എനിക്ക് കുറേ കിട്ടി തുടങ്ങി 1 വർഷത്തിന് ശേഷം. അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ നിന്ന് പിന്നാക്കം പോയില്ല, കൂടുതൽ ആഴത്തിൽ വിശ്വസിച്ചു. ഈശോയിലുള്ള വിശ്വാസം ഭയങ്കര അധികമായി. അന്ന് തൊട്ട് ഞാൻ തീരുമാനിച്ചു ഇനി മരണം വരെ ഈശോ ഇല്ലാതെ എനിക്കൊരു ജീവിതം ഇല്ല. പിന്നെ
പരമാവധി എൻ്റെ വിശ്വാസം മറ്റുള്ളവർക്ക് പറയണമെന്നും എൻ്റെ മനസ്സിൽ ഉറച്ചയായ ഒരു ആഗ്രഹം എപ്പോഴും ഉണ്ട്. അതുകൂടാതെ ഒരു ദിവസം എൻ്റെ ഹസ്ബൻഡിനെ ഹോസ്പിറ്റലൈസ് ചെയ്ത സമയത്ത് ഞാനായിരുന്നു ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കണേ. അപ്പോൾ ഒരു രാത്രി ഒരു സൺഡേ ആയിരുന്നു, റീനായ് മെഡിസിറ്റിയിൽ ആളെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. എൻ്റെ ബാക്കിൽ ചുവന്ന് നിറം വന്ന് നീറ്റലും ചൊറിച്ചിലായിട്ടൊരു അനുഭവം ഉണ്ടായി. അപ്പോൾ ഞാൻ വല്ലാതെ ഭയന്ന് ഈ രാത്രി അങ്ങനെ കഴിച്ചിട്ടും ഡോക്ടേഴ്സൊന്നുമില്ല, എന്ത് ചെയ്യുമെന്ന് ഞാൻ വല്ലാതെ ഭയന്നിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം നഴ്സുമാരുടെ അടുത്ത് പറഞ്ഞു, അവർ വന്ന് ഞാൻ ഇപ്പം മാതാവിൻ്റെ ഉടമ്പടി കാഴ്ചവെപ്പ് എടുത്ത് ശക്തമായി ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി, മാതാവേ കൂടെ ഉണ്ടാവണേ, ഹസ്ബൻഡാണെങ്കിൽ സുഖമില്ലാതെ അപ്പുറത്ത് സെഡേഷനിൽ കിടക്കുക, എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആരുമില്ല. ഞാൻ ഭയങ്കര ശക്തമായിട്ട് മനംനൊന്ത് പ്രാർത്ഥിച്ചു. നഴ്സുമാർ അതിൻ്റെ ഇടയിൽ എന്നോട് എൻ്റെ അസുഖമൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് ചെറിയൊരു ഇഞ്ചക്ഷൻ തന്നു. അപ്പോൾ എനിക്ക് കുറച്ച് റിലീഫായി. ഞാൻ അങ്ങനെ ഉറങ്ങാനൊരു മയക്കം കിട്ടി എനിക്ക്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എൻ്റെ അസുഖം പരിപൂർണമായി മാറി, മാതാവാണ് നടത്തി തന്നതെന്നെങ്കിൽ എനിക്ക് മാതാവ് ഒരു അടയാളം തരണം മാതാവേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉറങ്ങാൻ കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ സ്വപ്നത്തിൽ ഞാനിങ്ങനെ കിടക്കുമ്പോൾ മാതാവിൻ്റെ വലിയൊരു ഫോട്ടോ, കൃതപാസന മാതാവിൻ്റെ ഒരു ഫോട്ടോ എൻ്റെ അടുത്ത് ഞാനിങ്ങനെ കണ്ടു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് ഫോട്ടോ അല്ല വേണ്ട, മാതാവ് എൻ്റെ അടുത്തേക്ക് വന്നില്ലല്ലോ എന്ന് ഞാനൊരു സങ്കടം പറഞ്ഞു. അപ്പം തന്നെ കൃപാസന മാതാവ് മുഴുവനോടെ കുറച്ച് പിന്നിൽ നിന്ന് നടന്ന് എൻ്റെ അടുത്ത് വന്ന് നിന്നു. അങ്ങനെ 2 വലിയ അനുഭവങ്ങളുണ്ടായി. പിന്നെയും ചെറിയ ചെറിയ ദർശനങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായി. അപ്പം ഞാൻ അത്രയധികം ഉറച്ച് വിശ്വസിച്ചു മാതാവിൽ. അതാണ് എൻ്റെ അനുഭവം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ ഉടമ്പടി 3 വർഷം തുടർന്നുകൊണ്ടിരുന്നു. ഈ കാലയളവിലൊക്കെ ഞാൻ എപ്പോഴും ഡ്രസ്സ് വാങ്ങിക്കാൻ പോകുമ്പോൾ റയർ കളേഴ്സ്, ഇംഗ്ലീഷ് കളേഴ്സ് അങ്ങനത്തെ ഒക്കെ നോക്കി വാങ്ങിക്കുന്ന ആളാണ്. പക്ഷേ ഈ കാണുന്ന ഹാപ്പി ബ്ലൂ ഡ്രസ്സ് ഞാൻ ആ 3 വർഷക്കാലം ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ എപ്പോഴും മാതാവിൻ്റെ നീല വസ്ത്രങ്ങളാണ് അവസാനം ഞാൻ എടുക്കുക. അത് ഞാൻ അറിഞ്ഞുകൊണ്ട് എടുക്കണമെന്നല്ല, എടുത്തു കഴിഞ്ഞ് 4 ദിവസം ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴാണോ ഞാൻ നീലയാണല്ലോ എടുത്തത്. അത് കഴിഞ്ഞ് വേറെ ദിവസം ഡ്രസ്സ് എടുത്തപ്പോൾ നീല വന്നു. അങ്ങനെ ഒരു 4-5 ഡ്രസ്സ് ഞാൻ അറിയാതെ തന്നെ ഞാൻ എടുത്തുപോയി. അതൊക്കെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നൊരു വലിയൊരു അടയാളമായിരുന്നു. പിന്നെ അതിന് ശേഷം അവസാനമായിട്ട് എൻ്റെ ഉടമ്പടിയുടെ അവസാനത്തെ പ്രാവശ്യം ഞാൻ ഷോപ്പിംഗ് ചെയ്തപ്പോൾ മാതാവിൻ്റെ കൃപാസനം മാതാവിൻ്റെ ഗ്രേ കളർ സാരിയാണ് എനിക്ക് കിട്ടിയത്. അതും ഞാൻ ഇഷ്ടപ്പെട്ട് എടുത്തല്ല, എനിക്ക് അങ്ങനത്തെ സാഹചര്യങ്ങൾ വന്നു, ചോയ്സിന് വേറെ ഒന്നും ഇല്ലായിരുന്നു, അങ്ങനെ ഞാൻ എടുത്തത്. അപ്പോഴും എനിക്ക് മനസ്സിലായി മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന്. അങ്ങനെ കുറേ അധികം മാതാവിൻ്റെ അനുഭവങ്ങൾ എനിക്കുണ്ടായിരുന്നു. പിന്നെ ഉടമ്പടി നിർത്തിയാലോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദർശനങ്ങൾ തുടങ്ങി. അതോടൊപ്പം തന്നെ എപ്പം ഞാൻ ബൈബിൾ കോട്ട് എടുത്ത് വായിച്ചാലും അച്ഛൻ്റെ ധ്യാനം കേട്ടാലും ഡെയിലി ബ്രെഡ് കേട്ടാലും എപ്പോഴും പിന്നെ ഫ്രണ്ട്സിൻ്റെ ഫോർവേഡ്സ് എൻ്റെ കയ്യിൽ കിട്ടുന്നതെല്ലാം ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളൊരു കോട്ടുകളാണ് എൻ്റെ മുന്നിലേക്ക് വന്നത്. അതുകൊണ്ട് ഞാൻ 1 വർഷം എന്നുള്ളത് 3 വർഷം എൻ്റെ ഉടമ്പടി കാലയളവ് നീണ്ടു. അതോടൊപ്പം തന്നെ പ്രേക്ഷിത വേല ഞാൻ ചെയ്തിട്ടുള്ളത് കൃപാസനം പത്രം, ഉടമ്പടിയുടെ പത്രങ്ങൾ കൂടാതെ ഒരു 500 പത്രം ഞാൻ വാങ്ങിയിട്ട് ആസ്പത്രികളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ഞാൻ നടക്കുന്ന വഴികൾ, ഞാൻ എപ്പോൾ പുറത്ത് പോയാലും എൻ്റെ കൂടെ കുറച്ച് കൃപാസനം പത്രം ഉണ്ടാവും. ഇതെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമല്ല, ഏറ്റവും കൂടുതൽ യൂത്തിൻ്റെ കയ്യിൽ കൊടുക്കാനാണ് എനിക്കിഷ്ടമായിരുന്നത്. വളർന്നു വരുന്ന മക്കൾക്കാണല്ലോ ഏറ്റവും കൂടുതൽ നല്ല ജീവിതം കിട്ടേണ്ടത്. അതെൻ്റെ മനസ്സിൽ എന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എപ്പോഴും പത്രം കൊടുക്കുമ്പോൾ ആദ്യം ഞാൻ ചോദിക്കും, ഈ പേര് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. ചിലവർ നല്ലോണം കേട്ടവരായിരിക്കും. തീരെ അറിയാത്തവരാണെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് നിന്ന് ഒരു 5 മിനിറ്റെങ്കിലും കൃപാസനം പത്രത്തെക്കുറിച്ചും അമ്മയെക്കുറിച്ചും എനിക്കുണ്ടായ അനുഭവങ്ങളെക്കുറിച്ചും ഞാൻ കാര്യമായിട്ട് പറയാറുണ്ട്. പത്രം കൊടുക്കാൻ എന്തോ എനിക്ക് ഒരു ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടിട്ടില്ല. കുറേ അധികം പത്രങ്ങൾ പറഞ്ഞു കൊടുക്കാൻ എനിക്കൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. കൊടുക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ദിസ് ഈസ് വെരി പ്രഷ്യസ്. നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളൊരു സാധനമാണ് നമ്മുടെ കയ്യിൽ വന്നിട്ടുള്ളതെന്ന് ഞാൻ ഓരോരുത്തരോടും പറയാറുണ്ട്. ഈ അടുത്ത് കഴിഞ്ഞ ആഴ്ചയൊക്കെ ഞാൻ പേപ്പർ കൊടുത്തപ്പോൾ ഞാനിങ്ങനെ ഒരു 5 മിനിറ്റൊക്കെ പറയുമ്പോൾ യൂത്തായിട്ടുള്ള ആൺപിള്ളേരും പെൺപിള്ളേരും ഞാൻ പറയും, ഞാൻ പറഞ്ഞത് നിങ്ങളൊന്നും വിശ്വസിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ യൂട്യൂബ് എടുത്ത് കൃപാസനം സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിനേക്കാളും കൂടുതൽ വിശ്വാസം വരും. നിങ്ങളങ്ങനെ ഇതിനെ മാതാവിൻ്റെ അടുത്ത് പോയി നിങ്ങൾക്ക് നടക്കില്ല എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അത് ഉറപ്പായിട്ടും നടക്കും. അങ്ങനെ പലരും എൻ്റെ അടുത്ത് ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് പേപ്പർ കൊടുക്കുമ്പോൾ ആ പിള്ളേരൊക്കെ ആൻറ്റി താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞിട്ട് പലരും എൻ്റെ കയ്യിൽ നിന്ന് പേപ്പർ വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്.
ഈശോനെ അറിയാനുള്ള വലിയ ഭാഗ്യം തന്നതിന് ഈശോയോടും അമ്മയോടും കോടാനുകൂടി നന്ദി പറയുന്നു. പൈസയായിട്ടും ഞാൻ എൻ്റെ കയ്യിലുള്ളതനുസരിച്ചും എൻ്റെ അടുത്ത് വരുന്നതനുസരിച്ച് ഞാൻ പരമാവധി ഞാൻ സാമ്പത്തിക സഹായം ചെയ്യാറുണ്ട്. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. നിയമാവർത്തനം 28:9-10 തിരുവചനം. അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ മാർഗത്തിൽ ചരിച്ചാൽ കർത്താവ് നിന്നോട് ശപഥം ചെയ്തിട്ടുള്ളതുപോലെ നിന്നെ തൻ്റെ വിശുദ്ധ ജനമായി ഉയർത്തും. കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. യേശുവിൽ പ്രിയമുള്ളവരെ, മീന വർഗീസിൻ്റെ സാക്ഷ്യം നമ്മോട് പറയുന്നത്, അദ്ദേഹത്തിന് സാക്ഷ്യം കേട്ടാണ് ഉടമ്പടി എടുക്കുവാൻ വരാൻ കാര്യമായത്. ഉടമ്പടിയിൽ എക്സീമ എന്ന രോഗത്തിൽ നിന്ന് അവരെ രക്ഷിച്ചു പരിശുദ്ധമ്മ. അത് കേട്ടതുടനെ ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു. 20 വർഷ പഴക്കമുള്ള എക്സീമ എന്ന രോഗം പരിശുദ്ധമ്മ ആ സാക്ഷ്യത്തോടുകൂടി ഈ കൃപാസന മണ്ണിൽ ചവിട്ടിയപ്പോൾ അവർക്ക് സൗഖ്യം കൊടുത്തെന്നാണ് മീനു പറയുന്നത്. നേർച്ച വസ്തുക്കളുടെ ഉപയോഗവും ഒത്തിരിയേറെ പ്രേക്ഷിത പ്രവർത്തനം യൂത്തിന് ചെയ്തപ്പോൾ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന ദൈവം നിരസിക്കുകയില്ല. കുഞ്ഞുങ്ങൾ എൻ്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുവിൻ, അവരെ തടയരുതെന്ന് പറയുന്ന വചനവും ഈ വചനഭാഗം വായിച്ച് വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിത്യവും അമ്മയോടുകൂടി സംസാരിച്ചു കൊണ്ടിരുന്ന് പ്രാർത്ഥന സമയം കഴിഞ്ഞപ്പോൾ, അതാണ് വ്യക്തിപരമായ പ്രാർത്ഥന. അമ്മയും മീനുവും തമ്മിലുള്ള സംഭാഷണമാണ്, സാക്ഷ്യം കേൾവിയാണ്. ഇതാണ് മീനുവിൻ്റെ ജോലി. ഒത്തിരി സമയം ദൈവത്തോട് സംഭാഷണം ചെയ്യുന്നുണ്ട്. അതാ ദൈവത്തോട് സംസാരിക്കുമ്പോൾ ദൈവവും നമ്മളോട് സംസാരിക്കും. അങ്ങനെയാണ് മീനുവിന് കിട്ടിയ ഈ വളരെയധികം സാക്ഷ്യം അദ്ദേഹം പറഞ്ഞിട്ട് വളരെ നന്മയോടുകൂടിയാണ് പറയുന്നത്. ഒത്തിരിയേറെ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെയും കാരുണ്യ പ്രവൃത്തിയിലൂടെയും അദ്ദേഹം ഒരു ഗ്ലാസ് പച്ചവെള്ളത്തിന് പ്രതിഫലം നൽകുന്ന ദൈവത്തിൻ്റെ ശുശ്രൂഷ അവർ ചെയ്തപ്പോൾ, ഉടമ്പടി ജീവിതം അവർ മുന്നോട്ട് പോയപ്പോൾ, ഒരു കറവും കൂടാതെ കുമ്പസാരവും കുർബാനയും എല്ലാം അതിൽ സംബന്ധിക്കുകയും ഡെയിലി ബ്രെഡിലും യൂട്യൂബിലുള്ള ആരാധനയിൽ സംബന്ധിച്ചപ്പോൾ അമ്മ ഒരിക്കലും നടക്കില്ല എന്ന് മീന് ഒരിക്കലും സാധിക്കില്ല എന്ന് പറഞ്ഞ കാര്യം അവർക്ക് പരിശുദ്ധമ്മ സാധിച്ചു കൊടുത്ത് അവരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതത്തിൽ പരിശുദ്ധ അമ്മയോട് സംസാരിക്കുമ്പോൾ അമ്മയും യേശുവും അടുത്തു വന്ന് നമ്മളോട് സംസാരിക്കും. യേശുവിൻ്റെ സാക്ഷ്യം, യേശുവിനെ കണ്ട സാക്ഷ്യവും അവർ പറഞ്ഞു.